നല്ലൊരു പ്രാസംഗികനാണ്. ഈ യുവപ്രഭാഷകൻ നല്ല വളർച്ചയുള്ള, നമ്മൾ ഭാവി കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും പഠനങ്ങളിലുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ പെരുമാറാവട്ടെ. നല്ലതിനു വേണ്ടി തൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും ഇസ്ലാമിനുമെല്ലാം ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു പ്രഭാഷകനെ അള്ളാഹു അദ്ദേഹത്തിലൂടെ സമ്മാനിക്കട്ടെ. നമ്മളത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കിയാണ് ഈ പറയുന്നത്. ഈ വിഷയത്തെ നമ്മൾ ജീവിതത്തിൽ 63 വയസ്സ് തികയുമ്പോൾ ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പകലിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താവും. ഒക്കെ പകലില്ല, ഇത് മാത്രം പ്രഭാതത്തോട് അടുത്ത സമയം എന്ന് പറഞ്ഞതിനാലാണ് വാസ്തവത്തിൽ ഈ മൗലൂദും കോലാഹലം രാത്രിയിൽ നടത്തുന്നതൊക്കെ. ഇത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. സമസ്ത പാഠബുക്ക് വായിച്ച് പേക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. അപ്പൊ ഇവര് പറയുന്ന എന്താ, ഈ സമീകരണക്കാർ ഇപ്പൊ 570 അള്ളാന്റെ റസൂലിന്റെ 71 റസൂലുള്ളാഹിന്റെ ജന്നം കൊണ്ടുപോകുന്ന ആളുകൾ കാണിക്കുന്നത് 63 65 അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ ജമ്മ് ചെയ്താൽ 64. എന്ത് ജമ്മത്? മൂന്നാമത്തെ അഭിപ്രായം ഉണ്ടാക്കലാണോ ജമ്മ്? 63 എന്നുള്ളതൊരു കൃത്യം, 64 എന്നുള്ളതൊരു കൃത്യം, 65 എന്ന് പിന്നെയും ജബിർ ആക്കാം. ഈ ജബിറാക്കിയതാണെന്ന് പറഞ്ഞ് 63 റിപ്പോർട്ടിനെ എടുത്തു വരുമ്പോ റിപ്പോർട്ടൊന്നുമില്ലാത്ത 64 രണ്ടിന്റെ മധ്യം മുറിച്ചത് ഹദീസിൽ വാരിദായ കൃത്യമായ 2 ദിവസങ്ങൾ ഒപ്പിച്ചാൻ വേണ്ടി ഞങ്ങൾ നടുവിൽ 64 എന്ന് അറിഞ്ഞു എന്ന് പറയലാണോ? അല്ലാതെ ഒരു ന്യായവും ഈ പറയുന്നതിനല്ല. പറയുന്ന ന്യായങ്ങൾ മുഴുവൻ അതിബാലിശമാണ്. ഇതിനെ കണക്ക് വെച്ചിട്ട് നമുക്ക് ശരിക്കും വിസ്തരിക്കാൻ കഴിയും. തിരുനബിയുടെ 1500 മീലാദ് ആഘോഷിക്കുകയാണല്ലോ. എന്നാൽ വരുന്ന റബീഉൽ അവ്വൽ 1499 വാർഷികമല്ലേ ആവുന്നുള്ളൂ. ഈ റബീഉൽ അവ്വൽ കഴിയുന്നോടെയല്ലേ 1500 വർഷത്തിലേക്ക് പ്രവേശിക്കുക. എന്നാൽ ഇപ്പോൾ 1500 വർഷമാണെന്നു കരുതി അതു ശരിയാക്കാൻ തിരുനബിയുടെ വയസ്സ് 64 ആക്കിയും മദീനയിൽ തിരുനബി 11 കൊല്ലം ജീവിച്ചെന്നവകാശപ്പെട്ടും അതിനനുസരിച്ച് ചരിത്ര വക്രീകരണങ്ങൾ നടത്തിയും സമസ്തയിലെ ഒരു യുവ പ്രഭാഷകൻ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ സമകാലികത്തിൽ ഹിജറയെ കാലഗണനയ്ക്കുപയോഗിച്ചത് സ്വഹാബത്തിൻ്റെ ഇജ്മാ ആണെന്ന് അങ്ങ് പറഞ്ഞതിനെ എതിർക്കുകയും ഹിജറ അടിസ്ഥാനമാക്കി എന്നതിലെ ഇജ്മാ ഉള്ളുവെന്നും ഹിജറ നടന്ന കൊല്ലമാണോ പിറ്റേ കൊല്ലമാണോ ഹിജറ 1 എന്നതിൽ ഇജ്മാ ഇല്ലെന്നും വാദിക്കുന്നു. ഹിജറയുടെ പിറ്റേ കൊല്ലമാണ് ഇവരുടെ കണക്കിൽ ഹിജറ 1. എന്നാൽ തിരുവഫാത്ത് 11 തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് പ്രതികരണം? വളരെ ചെറിയ ഒരു തെറ്റിദ്ധാരണയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഈ വിഷയം പക്ഷേ അല്പം വിശദീകരിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഹിജറാബ്ദത്തിൽ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് തെറ്റി പുതിയ രീതിയിലേക്ക് ക്രിസ്താബ്ദവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമീകരിച്ച് ചരിത്രത്തിൻ്റെ കണക്കുകളെയും ചരിത്രഗ്രന്ഥങ്ങളെയും നമ്മുടെ ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളെയുമെല്ലാം അട്ടിമറിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തുന്നത് ചില ആളുകളെ അനുകരിച്ചുകൊണ്ടും ചിലർ ചെയ്തിട്ടുള്ളതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നും അവ എന്തെല്ലാം പൊല്ലാപ്പുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുമെന്നും ഓർക്കാതെയാണെന്നത് കണ്ടു. സമസ്തയുടെ ഒരു യുവപ്രഭാഷകനും കടന്നു വരാൻ പറ്റാത്ത വിധം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മനാൾ ക്രിസ്താബ്ദത്തോട് സമീകരിച്ചുകൊണ്ട് മീലാദി വർഷത്തോട് സമീകരിച്ചുകൊണ്ട് ഹിജറ വർഷത്തെ കണക്കുകൂട്ടി സമസ്തയുടെ പാഠബുക്കിൽ തന്നെ ഇന്നും എന്നും ഞാനൊക്കെ മദ്രസയിൽ പഠിച്ചിരുന്ന കാലത്ത് പഠിച്ചിരുന്ന പാഠമാണ് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21 അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം എന്നത്. ഇതേ പാഠം തന്നെയാണ്
ഇപ്പോഴും സമസ്ത ബുക്കുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ 3-ാം ക്ലാസ്സിലേക്ക് തയ്യാർ ചെയ്ത താരീഖിൽ AD 571 ഏപ്രിൽ 21 റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പ്രഭാതത്തോട് അടുത്ത സമയത്താണ് ആ കുഞ്ഞ് ജനിച്ചത് എന്ന് കാണാം. പ്രഭാതത്തോടടുത്ത സമയം എന്നത് വാസ്തവത്തിൽ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പ്രഭാതത്തിൻ്റെ സമയത്താണ്, സുബഹിൻ്റെ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രസവിക്കപ്പെട്ടത്. ഈ പ്രഭാതത്തോടടുത്ത സമയം എന്നത് ഒപ്പിക്കാനായിട്ട് രാത്രി എഴുന്നേറ്റ് സുബഹിൻ്റെ മുമ്പ് മൈക്ക് വെച്ച് റബീഉൽ അവ്വൽ 12 ഉണ്ടെന്ന് സാധാരണക്കാരായ ആളുകളുടെ ഇപ്പോഴത്തെ ഈ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അമുസ്ലിമീങ്ങളെ പോലും ഉറങ്ങാൻ അനുവദിക്കാത്ത വിധം, വിശ്വാസികളെ പോലും ഉറക്കത്തിൻ്റെ നേരം ഉണർത്തുന്ന വിധത്തിൽ മൗലൂദ് ഓതുന്ന, അത് സ്പീക്കർ വെച്ച് ശബ്ദകോലാഹലമുണ്ടാക്കുന്ന ഒരു നടപടി ഈ ഒരു പരാമർശത്തിൽ നിന്ന് വരുന്നതാണ്. സുബഹിയോട് അടുത്ത സമയം എന്ന് പറഞ്ഞുകൊണ്ട് വാസ്തവത്തിൽ സുബഹിൻ്റെ സമയത്താണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചത്. വലദതു സുബീഹതഹ നബിയ സഖലൈനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ സാധാരണ ഓതുന്ന മൗലൂദുകളിലൊക്കെ പറഞ്ഞാണ്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ ദിവസവും വരെ അപ്പോഴേ ഉള്ളൂ, മറ്റേ രാവിലെ ആവുള്ളൂ. തിങ്കളാഴ്ച പകലിലാണ് റസൂലുള്ളാഹി പ്രസവിക്കപ്പെട്ടത് എന്നത് ഹദീസിൻ്റെ വ്യക്തമായ പ്രഖ്യാപനമല്ലേ. യൗമല്യഥനൈനി എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച രാവല്ലല്ലോ, തിങ്കളാഴ്ച പകലിനാണ് സാധാരണഗതിയിൽ യൗമുല്യഥനൈനി എന്ന് പറയും. ചിലപ്പോൾ രണ്ടും കൂടി കൂട്ടിയടിച്ചും പറയും ഇത് പകലാണെന്ന് മനസ്സിലാക്കാൻ തന്നെയാണ്. ഹിജ്റ തിങ്കളാഴ്ച ദിവസമാണ്, നബിയുടെ വഫാത്ത് തിങ്കളാഴ്ച ദിവസമാണ്, നബിയുടെ ജനനവും തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ രണ്ടും തിങ്കളാഴ്ച പകലിൽ തന്നെയാണ് മൂന്നും സംഭവിച്ചിട്ടുള്ളത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ വളരെ അള്ളാഹു തആല ഒരുക്കിയിട്ടുള്ള അള്ളാഹുവിൻ്റെ സംവിധാന പ്രകാരമുള്ള ഒരു വരവാണ്. എങ്ങനെയെങ്കിലും യാദൃശികമായി ഒത്തുവന്നതല്ല. നമ്മളൊക്കെ കാര്യത്തിൽ അങ്ങനെ പറയാം, എല്ലാം അള്ളാഹുവിൻ്റെ ക്രമീകരണമാണ്, വ്യവസ്ഥയ്ക്കനുസരിച്ചാണ് വരുന്നതെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്ന തിങ്കളാഴ്ച എന്ന് പറയുന്ന ദിവസത്തിലും ഒരേ വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറക്കുന്നു. ഹിജ്റ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ മഹത്തായ സംഭവവും നബിയുടെ ജീവിതത്തിലെ പഠനങ്ങളുടെ വഴിത്തിരിവുമായ ഹിജ്റ സംഭവവും അതേ വിധത്തിൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിലെത്തുന്നു. ലോകത്തെല്ലാവരും ഹിജ്റ കണക്കാക്കി വരുന്ന ആ ഹിജ്റയുടെ ആ സംഭവം കൃത്യമായ സമയത്ത് തന്നെ നടക്കുന്നു. 10 വർഷം കൃത്യമായി പൂർത്തിയാക്കി നബിയുടെ ജീവിതത്തിൽ 63 വയസ്സ് തികയുമ്പോൾ ഒരു റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച പകലിൽ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്താവും. ഒക്കെ പകലില്ല, ഇത് മാത്രം പ്രഭാതത്തോട് അടുത്ത സമയം എന്ന് പറഞ്ഞതിനാലാണ് വാസ്തവത്തിൽ ഈ മൗലൂദും കോലാഹലം രാത്രിയിൽ നടത്തുന്നതൊക്കെ. ഇത് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതാണ്. സമസ്ത പാഠബുക്ക് വായിച്ച് പേക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവുമാണ്. ഇരിക്കട്ടെ, AD 571 ഏപ്രിൽ 21 എന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുട്ടിക്കാലത്ത് മദ്രസയിൽ പഠിക്കുന്ന കാലം മുതൽക്ക് 1960കളുടെ കാലം മുതൽക്കുള്ള സമസ്തയുടെ പാഠബുക്കിലൊക്കെ പഠിപ്പിച്ചു വരുന്നതാണ് ഏപ്രിൽ 521 ക്രിസ്താബ്ദം 571. ഇതാണ് ഇപ്പോൾ നബിക്ക് 64 വയസ്സാണ്. 570 മെയ് മാസത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജനനം എന്നും പറഞ്ഞ് ചിലർ പറഞ്ഞുണ്ടാക്കുന്നത്. ഇത് വാസ്തവത്തിൽ ഹിജ്റ കലണ്ടർ എന്ന പേരിൽ ഒരു കലണ്ടർ ഉണ്ടാക്കണം. ആ കലണ്ടർ സൗരവർഷത്തെ കൂടി അധികരിച്ചുകൊണ്ട് ക്രമപ്പെടുത്തിയിട്ട് അവ രണ്ടും തമ്മിലുള്ള ദിവസങ്ങൾ, മാറ്റങ്ങൾ തട്ടിക്കിടിച്ച് കൃത്യമാക്കി ഏതു കാലത്തും മാസം കാണാൻ നിൽക്കാതെ ഓരോ മാസത്തെ കാലത്തെയും ചന്ദ്രപ്പിറവിയെ പ്രത്യേകം അടിസ്ഥാനപ്പെടുത്തി മാസപ്പിറവി കാണാനും നിൽക്കാതെ, അതിനടിസ്ഥാനത്തിൽ ഉറപ്പിക്കാൻ നിൽക്കാതെ, മാസത്തിൻ്റെ പിറവി, അതായത് പിറചന്ദ്രൻ ഉണ്ടാകുന്ന ന്യൂമൂൺ എന്നാണോ എന്നുള്ളത് സമയം നോക്കിക്കൊണ്ട് ക്രമീകരിക്കണം, കലണ്ടർ ഉണ്ടാക്കണം എന്ന് വാദിച്ചു കൊണ്ടിരുന്ന അലി മണിക് ഖാൻ എന്ന പേരിൽ അറിയപ്പെട്ട, ഇപ്പോൾ BJP സർക്കാർ ഭാരതരത്നോ രത്നല്ല വേറെന്തോ പത്മഭൂഷണോ എന്തോ നൽകിയിട്ട് ആദരിച്ച ആ അദ്ദേഹം ഒരു മുജാഹിദ് ആശയക്കാരൻ്റെ പുത്തനാശയക്കാരനാണ്. അദ്ദേഹം അതിൽ നിന്നൊക്കെ കടന്നു വിട്ട രീതിയിലാണ് ഈ വിഷയത്തിൽ മുജാഹിദ് വിഭാഗവും മാസം കാണുന്നതിനാണ് മൊത്തം പറയുന്നത് പുറത്തേക്ക്. പക്ഷെ മാസം കാണേണ്ടതില്ല, ക്രമപ്പെടുത്തണം എന്ന ഒരു
പുതിയ വാദവുമായി വന്ന അദ്ദേഹമാണ് ഇത് വാസ്തവത്തിൽ ആദ്യമായി പറഞ്ഞുണ്ടാക്കിയത്. അതിനെ അനുകരിക്കുന്ന രീതിയിൽ കുറച്ച് ആളുകളിപ്പോൾ ഒരു AP സമസ്തയുടെ മൂല്യരുണ്ട്, അദ്ദേഹത്തെ അനുകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ EK സമസ്തയിലെ ഒരു യുവപ്രഭാഷകൻ തന്നെ. അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. ഈ യുവപ്രഭാഷകൻ നല്ല വളർച്ചയുള്ള, നമ്മൾ ഭാവി കാണുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലും പഠനങ്ങളിലും ഒക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ പെരുമാറാവട്ടെ. നല്ലതിനു വേണ്ടി തൻ്റെ കഴിവുകൾ ഉപയോഗിക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്തക്കും സുന്നത്ത് ജമാഅത്തിനും ഇസ്ലാമിനുമെല്ലാം ഒരു മുതൽക്കൂട്ടാവുന്ന ഒരു പ്രഭാഷകനെ അള്ളാഹു അദ്ദേഹത്തിലൂടെ സമ്മാനിക്കട്ടെ. നമ്മളത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഇത് പറയുന്നതെന്ന് മനസ്സിലാക്കിയാണ് ഈ പറയുന്നത്. ഈ വിഷയത്തെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ അതിൻ്റെ വിഷയം വിശദീകരിച്ചു തന്നെ പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം മാത്രമല്ല സുപ്രഭാതം പത്രത്തിൽ സമസ്തയുടെ പേരിലാണ് വന്നത്. അതേപോലെ തന്നെ ഇതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 2015 ആരോ ചില ആളുകൾ ഒരു AP സമസ്തയിലെ ഒരാൾ ബഹുമാനപ്പെട്ട AP മുസ്ലിയാരുടെ പ്രത്യേക സന്ദേശത്തോടെ, ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ സന്ദേശത്തോടെ ഈ രീതിയിലുള്ള ഒരു സമീകരണത്തിൻ്റെ ഗ്രന്ഥവും അറബ് ഗ്രന്ഥവും ഒക്കെ ഇറക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അവരുടെയൊക്കെ സന്ദേശപ്രകാരം ഈ വാദം അദ്ദേഹം സമർത്ഥിക്കുകയാണ്. 570 അല്ല, ഹിജറ 570 മെയ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം. കണക്കുകളൊക്കെ നോക്കിയാൽ മദീനത്ത് നബി 11 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. അതിശയതല്ല, ഇതിൽ പറഞ്ഞ മാതിരി തന്നെ ഹിജറ 11 പിന്നെ മരിക്കുകയും ചെയ്യാണ്. വഫാത്തിൻ്റെ സമയം പറഞ്ഞ് ഹിജറ 11 ഹിജറ 11 വർഷത്തിൽ റബീഉൽ അവ്വൽ മരിക്കുമ്പോൾ അപ്പോൾ അവർ ഹിജറയുടെ വർഷം കൂട്ടുന്നത് ഹിജറ വന്നിട്ട് 1 വർഷം പൂർത്തിയായിട്ടാണ് ഹിജറയുടെ ഒന്ന് കൂട്ടുന്നത്. ഹിജറ 1-ാം വർഷം ഹിജറ വന്നിട്ട് നബി തങ്ങളുടെ ഹിജറ കഴിഞ്ഞിട്ട് ഒരു വാർഷികം മുതൽക്കാണ് ഹിജറ വർഷത്തിൻ്റെ 1 ഇവർ കണക്കൂട്ടുന്നത്. അങ്ങനെ വരുമ്പോഴല്ലേ ഹിജറ 11 എന്നറിയുന്നതിന് 11 കൊല്ലം മദീനത്ത് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുക. ഇത് നമ്മൾ പറഞ്ഞാൽ ഇമാം നവവി മുതൽക്ക് എല്ലാ തെളിവുകളെയും പ്രത്യേകം പഠിച്ചുകൊണ്ട് വിലയിരുത്തിയ ശേഷം, ഹദീസുകളിൽ വരുന്ന പ്രയോഗങ്ങളെയെല്ലാം പ്രത്യേകം വിലയിരുത്തിയ ശേഷം, റിപ്പോർട്ടുകളിൽ വരുന്ന വ്യത്യാസങ്ങളെല്ലാം വിലയിരുത്തിയ ശേഷം, ഇമാമുൻ നവവി പോലുള്ള നല്ല ഹദീസ് പണ്ഡിതന്മാരും നല്ല ശാസ്ത്രജ്ഞന്മാരും അതോടൊപ്പം അള്ളാഹുവിൻ്റെ തൗഫീഖുള്ള, അള്ളാഹു തആല ഇന്ദ്രിയാതീതമായി അറിവ് നൽകി, വൈബിയായി അറിവ് നൽകി, ഖുതുബിൻ്റെ സ്ഥാനത്തൊക്കെ അള്ളാഹു തആല ഇരുത്തിയിട്ടുള്ള ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറയുന്നത് സത്യമാകാൻ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ തൗഫീഖ് നൽകിയിട്ടുള്ളവരാണ്. അവരൊക്കെ ദൃഢീകരിച്ചതാണ് നമ്മൾ പറഞ്ഞു വരുന്ന, എല്ലാവരും വിശ്വസിച്ചു വരുന്ന 63 വയസ്സാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ളത് എന്നാണ് പരമസത്യം. ഈ 63 വയസ്സ് 64 ചെറിയൊരു തെറ്റിദ്ധാരണയാണ് ഇതിലുള്ളത്. വാസ്തവത്തിൽ 1500-ാം വാർഷികമാണ് ഇനി വരുന്നത് എന്ന പ്രയോഗത്തിൽ നിന്ന് തെറ്റിദ്ധാരണ സംഭവിച്ചതാണ് വാസ്തവത്തിൽ. മീലാദ് മുബാറക്കിൻ്റെ 1500 എന്ന് പറഞ്ഞ ആ പരിപാടി വാസ്തവത്തിൽ മഞ്ചേരി ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രമാണല്ലോ പ്രഖ്യാപിച്ചതും. ആ ഇസ്ലാമിക കേന്ദ്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1 വർഷം നീണ്ടു നിൽക്കുന്നതിൻ്റെ പരിപാടി നടന്നു വരുന്നതും. അതിൽ പ്രത്യേകമുള്ളത് അടുത്ത റബീഉൽ അവ്വൽ അടുത്ത റബീഉൽ അവ്വൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500-ാം ജന്മദിനമാണ്. അതിനെ പ്രമാണിച്ചുകൊണ്ട് ആഘോഷിക്കണം അടുത്ത റബീഉൽ അവ്വലിനെ, ഒരു കൊല്ലത്തെ വാർഷികാഘോഷത്തുകൂടെ എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകമായി പറഞ്ഞതും അതാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ പ്രയോഗത്തിൽ 1500-ാം വാർഷികം എന്നാണ് വന്നിട്ടുള്ളത്. 1500-ാം വാർഷികം. മീലാദ് മുബാറക്ക് 1500-ന്റെ വാർഷികം എന്നൊരു ഇലാഫത്തിൻ്റെ മായനയിൽ അത് മനസ്സിലാക്കിയ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. 1499 അടുത്ത കൊല്ലം വാർഷിക കണക്കാണെങ്കിൽ വരിക. ഹിജറയുടെ വാർഷിക കണക്ക് എങ്ങനെ വരിക? ഒരു കൊല്ലം കഴിഞ്ഞ ശേഷമാണ് 1 വരിക. ഹിജറ 1 ഹിജറ 1-ന്റെ ഹിജറയുടെ വാർഷികം. ആ വാർഷികം വരുന്നത് ഹിജറ 1 ഹിജറ 1 ആ വാർഷികത്തോടുകൂടി അവസാനിക്കുകയാണ്. ആ വാർഷികം കഴിഞ്ഞ് 2ക്ക് പ്രവേശിക്കുകയാണ്. ഇങ്ങനെ കണക്കൂട്ടി വന്നാൽ അടുത്ത റബീഉൽ അവ്വൽ അടക്കം വരുന്ന ഇപ്പം നമ്മൾ പ്രവേശിച്ചിരിക്കുന്ന ഈ മുഹറം മാസം കഴിഞ്ഞ സഫർ മാസമൊക്കെ ഉള്ളത്
ഹിജറ 1440 എത്ര 40 ഹിജറ 1447 അല്ലേ? 1447 ഹിജറ 1447 നബിയുടെ 53 വർഷം കൂടി കൂട്ടിയാൽ 1500 ജന്മദിന വരിക. അത് 1499 ജന്മദിന വാർഷികമാണ്. ജന്മദിന വാർഷികമല്ല നമ്മൾ പറയുന്നത്. മീലാദ് മുബാറക്ക് 1500, അതിൻ്റെ വാർഷികം എന്നേ കൂട്ടണ്ടുള്ളൂ. മീലാദ് മുബാറക്ക് 1500 വാർഷികം എന്ന് പറഞ്ഞാൽ 1500 വാർഷികം. അത്രമാത്രം മനസ്സിലാക്കാനേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയ പ്രശ്നം തീരും. ഈ തെറ്റിദ്ധാരണയുടെ പ്രശ്നം പോകും. അങ്ങനെ വന്നാൽ നമ്മളെല്ലാവരും പറഞ്ഞു വരുന്ന രീതിയിൽ, നമ്മൾ മാത്രമല്ല, നബിചരിതം എഴുതിയിട്ടുള്ള ആൾക്കാർ ക്രിസ്താബ്ദത്തെ സമീകരിച്ചുകൊണ്ടും ഹിജറാബ്ദത്തെയും ക്രിസ്താബ്ദത്തെയും ഒന്നിച്ച് സമീകരിച്ചുകൊണ്ട് കണക്ക് വെച്ചവരൊക്കെ പണ്ടേ പറഞ്ഞിട്ടുള്ളത് 571 തന്നെയാണ്. അങ്ങനെയാണ് സമസ്തൻ്റെ ബുക്കിലും മറ്റുള്ള പുസ്തകങ്ങളിലൊക്കെ ഇത് വരുന്നത്. അതെല്ലാം പേച്ചിട്ടുണ്ട്. ഒരു കൊല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേച്ചിട്ടുണ്ട്. ഹിജറ വരുന്നതിൻ്റെ കൊല്ലക്കണക്കും പേച്ചിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ ആധാരമോ ഈ കൊല്ലം 1500 വാർഷികമാണ്. ഇത് അതാകണമെങ്കിൽ ഒരു കൊല്ലം മുമ്പ് ജനിക്കണം. ഇതാ 1500 ജന്മദിനം എന്ന് പറയുന്നത് നബി ജനിച്ച ഒരു ദിനല്ലേ? അതൊന്നാമത്തെ ജന്മദിനാണല്ലോ. ജന്മദിനം വാർഷികമല്ല. നമ്മൾ സാധാരണ ജന്മദിനം ഒരു കൊല്ലം കഴിയുമ്പോഴാണ് അതിൻ്റെ എന്താ നമ്മളിവിടെ കഴിക്കല്? ബർത്ത്ഡേ കഴിക്കുമ്പോഴാണ് നമ്മൾ പറയാ. ബർത്ത്ഡേ വാസ്തവത്തിൽ 2ാം ദിനത്തിലാണ് കഴിക്കുക. 2ാം ജന്മദിനത്തിൽ. 1ാം ജന്മദിനം ജനിച്ച ദിവസമല്ലേ? അപ്പൊ ഹിജറ 570 ഹിജറയുടെ വർഷം പിന്നെ വരുന്നേ ഉള്ളൂ. ഹിജറ പിന്നെ ഉമർ എന്ന് പറയുന്ന കാലത്ത് വരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത് ക്രിസ്തബ്ദം 571. ക്രിസ്തബ്ദം അതിൻ്റെ മുമ്പുണ്ട്. നമുക്കറിയാലോ, കൊല്ലം കൊണ്ട് തന്നെ കണക്കൂട്ടാൽ 1447 ഇപ്പൊ ഹിജറ. ക്രിസ്തബ്ദം അതിൻ്റെ മുമ്പുണ്ട്. ഹിജറബ്ദത്തിൻ്റെ മുമ്പ് ക്രിസ്തബ്ദമുണ്ട്. അത് ശരിയാ എന്ന് കരുതിയിട്ട് സൗരവർഷം ചന്ദ്രവർഷത്തിൻ്റെ മുമ്പുണ്ട് എന്ന് മനസ്സിലാക്കരുത്. വലിയൊരു ഭീമാബദ്ധമാണ്. ആ അബദ്ധത്തിലേക്ക് ആരും പ്രവേശിക്കുകയും ചെയ്യരുത്. ഇവിടെയൊക്കെ ആ അബദ്ധം സംഭവിക്കുന്ന ഇതുകൊണ്ടാണ്. ഈ സമീകരിച്ചുകൊണ്ട് മനസ്സിലാക്കുന്നവരൊക്കെ ഏപ്രിൽ 21 571 പറഞ്ഞത് മുബാറക് ഫൂരി അടക്കമുള്ള നബിചരിത്രം എഴുതിയിട്ടുള്ള റഹീഖുൽസൽസലും മറ്റൊക്കെ എഴുതിയിട്ടുള്ള മുബാറക് ഫൂരി അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുമ്പോഴും 2 വലിയ കണക്കൂട്ടിയതെന്ന് അവലംബിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോഴും 571 ഏപ്രിൽ 21 പറയുന്നത്. ഇതുവരെയുള്ള കണക്കുകളൊക്കെ കൃത്യമാക്കിയാൽ ഈ പറയുന്ന റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് ഏപ്രിൽ 21, ക്രിസ്താബ്ദം 571 തിങ്കളാഴ്ച. അങ്ങനെ കണക്കൂട്ടിയാൽ ശരിക്കും 63 വയസ്സും കിട്ടും. ഹിജറാബ്ദം നമ്മൾ കണക്കൂടി വരുന്ന മാതിരി പ്രത്യേകമായിട്ട് തന്നെ തിങ്കളാഴ്ച ദിവസം റബീഉൽ അവ്വൽ 12 കിട്ടും. അത് കണക്കൂട്ടാൻ ഇങ്ങനെ സമീകരിക്കുന്നവർക്ക് നോക്കിയാൽ മതി, കിട്ടും. എന്തേ ആക്കണ്ടുള്ളൂ? ഈ വർഷം 1500 വാർഷികമാണ് നബിദിനത്തിൻ്റെ എന്ന് പറയരുത്. പിന്നെന്ത് പറയണം? 1500 ജന്മദിനത്തിൻ്റെ വാർഷികം. 1500 ജന്മദിനത്തിൻ്റെ വാർഷികം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീരും. അപ്പൊ 1500 ജന്മദിനം എന്ന് പറയുന്നത് ജനിച്ച ഹഖീഖത്ത് ഡേ, യഥാർത്ഥ ഡേ 1. അതേ കൊല്ലത്തെ 2ാമത്തെ റബീഉൽ അവ്വൽ വരുമ്പോൾ റബീഉൽ അവ്വൽ 12 1ാം വാർഷികം, ജന്മദിനത്തിൻ്റെ 1ാം വാർഷികം. അങ്ങനെ കൂട്ടിയാൽ 1500 ജന്മദിന വാർഷികം അടുത്ത കൊല്ല വരുന്നത്. 1500 ജന്മദിന വാർഷികം, 1500 ജന്മദിനത്തിന്റെ വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത്. കാരണം അതാണുള്ള പ്രധാനം. 1500 ജന്മദിനം, നബിയുടെ 1ാമത്തെ ജന്മദിനം, അത് ജനിച്ച ദിവസം തന്നെ. കൊല്ലം കഴിഞ്ഞ് മുറി കൂടി 2ാമത് വരുമ്പോൾ 1ാം വാർഷികത്തിൽ 2ാം ജന്മദിനം, 2ാം വാർഷികത്തിൽ 3ാം ജന്മദിനം, 3ാം വാർഷികത്തിൽ 4ാം ജന്മദിനം. ഇങ്ങനെ കണക്കൂട്ടിയ 1500 ജന്മദിനമാണ് ഈ റബീഉൽ അവ്വൽ 12 വരുന്നത്. അതിൻ്റെ വാർഷികാഘോഷം എന്നാണ് ആ വാർഷികം തന്നെ ഉദ്ദേശമുള്ളൂ. വാർഷികം എന്ന് എഴുതിയപ്പോൾ വാക്ക് ചുരുക്കണ്ടേന്ന് കരുതി വാർഷികാഘോഷം എന്ന് വന്നേ ഉള്ളൂ. ഇത് ശരിയാക്കിയിട്ട് ഉറപ്പിച്ചു വെച്ചിട്ട് പിന്നെ മേപ്പിടുക്ക് കൂട്ട് തന്നിട്ട് ഇതൊപ്പിച്ചിട്ടല്ല. കാരണം ഇതിൻ്റെ മുമ്പ് 2015 ഈ വക ഒരു കുഴപ്പം വന്നിട്ടുണ്ട് എന്നാ. അത്
ഈ സൗരവർഷവും ചന്ദ്രിക വർഷവും ഇത് രണ്ടും തമ്മിൽ സമീകരിക്കുന്നതിനൊരു കണക്കുണ്ട്. സമീകരിക്കുക എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് തിരിയാൻ വേണ്ടിയിട്ടുള്ളൊരു സമീകരണമാണ്. വാസ്തവത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങൾ കണക്കുകൂട്ടാനും കൊല്ലം കണക്കുകൂട്ടാനും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതും ശരിക്കും സൗകര്യപ്രദവും അതിൻ്റെ കൃത്യത കിട്ടുന്നതും ചാന്ദ്രിക വർഷം. അല്ലാതെ ഏതാ മാസം കണക്കൂട്ടാൻ പറ്റുന്നത്? ഉണ്ടാക്കി കൂട്ടുകയാണ്. ഓരോ കലണ്ടർ അനുസരിച്ച് ഉണ്ടാക്കി കൂട്ടുകയാണ് സൂര്യോദയത്തിനനുസരിച്ചുള്ള സൂര്യചക്രത്തിനനുസരിച്ചുള്ള കൊല്ലം. വാസ്തവത്തിൽ സൂര്യചക്രത്തിനനുസരിച്ച് എങ്ങനെയാണ് കൊല്ലം കൂട്ടാൻ കഴിയുന്നത്? കലണ്ടർ ഉണ്ടാക്കിയ ആളുകളുടെ ഇത്ര ദിവസമുണ്ട് സൂര്യത്തിൻ്റെ ഒരു തവണത്തെ ഒന്നായിട്ടുള്ള പോക്കിൻ്റെ വർഷം വരാന്ന് കണക്കൂട്ടി ഒപ്പിച്ച. ഈ ഒപ്പിച്ചത് 365 ദിവസം പിന്നുള്ള സമയം കൂടി കണക്കൂട്ടി കൃത്യമാക്കുമ്പോൾ കൊല്ലങ്ങൾ കഴിയുമ്പോൾ മാറ്റേണ്ടി വരിക. അപ്പോൾ ഫെബ്രുവരി 28 ചിലപ്പോൾ 29 ആവും. ഇപ്പം തന്നെ 31, 30, 28, 29 ഇങ്ങനെ കണക്കൂട്ടികളിലെ ഗ്രിഗേറിയൻ കലണ്ടർ കൊണ്ടുള്ള കാലഗണനയൊക്കെ ശരിയാവുള്ളൂ. അപ്പൊ ഇതൊക്കെ വന്നിട്ടുള്ള കാലം കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടാക്കിയതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. അല്ലാഹു പറയുന്നത് വളരെ കൃത്യ, മാസങ്ങൾ ആകെ മൊത്തം 12ആണ്. ഈ 12 മാസങ്ങൾ അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണ്. വേദത്തിൽ നിന്നുള്ളത് മാത്രമല്ല, അള്ളാഹു തആല മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള അവൻ്റെ അറിവിലെ 12 മാസമാണ്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അള്ളാഹു തആല സൃഷ്ടിച്ച നാൾ മുതൽക്ക് അന്ന് നിശ്ചയിച്ച തന്നെയാണ് മാസങ്ങളുടെ കണക്ക്. ഈ മാസങ്ങളുടെ കണക്ക് 12. 12 മാസം ചേരുമ്പോഴല്ലേ ഒരു കൊല്ലാകുക. 12 മാസങ്ങൾ അറിയണമെങ്കിൽ മാസം തിരിയാൻ ചന്ദ്രവർഷമല്ലാതെ ഏതാണ് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം? സൂര്യൻ നിൽക്കുന്നു, അസ്തമിക്കുന്നു, സൂര്യൻ നിൽക്കുന്നു, അസ്തമിക്കുന്നു, സൂര്യൻ നിൽക്കുന്നു, അസ്തമിക്കുന്നു. ദിവസത്തിന്റെ ടൈം ശരിപ്പെടുത്താനാണ് അല്ലാഹു തആല സൂര്യനെ വെച്ചിട്ടുള്ളത്. സൂര്യനെ ദിവസത്തിന്റെ സമയം മണിക്കൂറുകൾ ക്രമീകരിക്കാനേ പറ്റൂ. 24 മണിക്കൂറാണ് ഒരു ദിവസത്തിനുള്ളത്, രാവും പകലും കൂടി ചേർന്ന. ചിലപ്പോൾ രാവ് കൂടും, ചിലപ്പോൾ പകല് കൂടും. ഇപ്പം രാവും പകലും സമത്തിൽ വരുന്നതുമുണ്ട്, കൂടി വരുന്നതുമുണ്ട്. ഇസ്ലാമിക ഗണപ്രകാരം എപ്പോഴും രാവ് കൂടിയിട്ടേ വരുള്ളൂ. കാരണം രാവ് മാരും മുതൽക്ക് തുടങ്ങും. പകലാണെങ്കിൽ തുലുവിൽ ഫജ്ർ മുതൽക്ക് തന്നെ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ രാവ് കൂടിയിട്ട് തന്നെ വരുള്ളൂ. സൂര്യോദയം മുതൽ സൂര്യോദയം വരെയാണ് ദിവസം എന്ന് കണക്കൂട്ടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പകലും രാവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വരുന്ന 24 മണിക്കൂർ കൂടിയ ദിവസം വന്നാൽ ദിവസ സമയം നിശ്ചയിക്കാൻ മാത്രമാണ് സൂര്യചലനം പറ്റും. ഇത് നമ്മൾ പ്രത്യേകം നമ്മുടെ ജീവിതത്തിലും പ്രത്യേകം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ദിവസക്കണക്കുകൾ കൂട്ടാൻ യഥാർത്ഥത്തിൽ സൗരവർഷം തന്നെ. ആ ദിവസത്തിന്റെ മണിക്കൂറുകൾ കണക്കുകൂട്ടിയിട്ട് 5 വഖത്ത് നേരത്തെ നിസ്കാരം കണക്കൂട്ടാൻ സൂര്യന്റെ ചലനത്തെയാണ് ഇസ്ലാം ക്രമീകരിച്ചത്. അതങ്ങനെ തന്നെയാണ് സാധിക്കുക. അത് ചന്ദ്രചലനത്തിന് സാധിക്കൂല. കാരണം സൂര്യൻ നട്ടുച്ചയിൽ നിന്ന് തെറ്റി സവാൽ ദുഹർ, പിന്നെ സാധനത്തിന് അയലുത്തോളായി 2 അസ്ർ, പിന്നെ അസ്തമിച്ച് അസ്തമയം പുറപ്പായ മഗ്രിബ്. ആ മഗ്രിബിന്റെ ശോണിമ, അതിൻ്റെ ചുവപ്പ് അസ്തമയത്തിൽ നിന്ന് മേഘങ്ങളിൽ നിന്നൊക്കെ മാഞ്ഞാല് മഗ്രിബ് അല്ല ഇശ കഴിഞ്ഞ് പ്രഭാതോദയം, സൂര്യോദയത്തിന്റെ കിരണങ്ങൾ തുടക്കത്തിൽ തന്നെ വരാൻ തുടങ്ങിയാൽ തുലൂഉൽ ഫജ്ർ, പ്രഭാതോദയം. ആ പ്രഭാതോദയത്തോടുകൂടെ സൂബ്ഹ്. ഇത് സൂര്യചലനത്തെ ആധാരമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചതാണ്. അപ്പൊ 5 നേരത്തെ ദിവസം ലികുല്ലി യൗമിൻ വലൈല 5 സ്വലവാത്ത് എന്ന് അല്ലാഹു തആല നിശ്ചയിച്ച 5 നിസ്കാരത്തിന്റെ സമയം മാത്രമാണ് ശറഈയായി സൂര്യചലനത്തെ അടിസ്ഥാനമാക്കി കൊണ്ടുവെക്കുന്നത്. ഈ സൂര്യചലനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് സൗരവർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ പ്രത്യേകം കലണ്ടർ തയ്യാർ ചെയ്ത ശേഷമാണ് അവർക്ക് വർഷം കിട്ടുക. അല്ലാതെ വർഷം കിട്ടാൻ അവർക്ക് മാനദണ്ഡമില്ല. കാരണം മാസങ്ങൾ 12 ആണല്ലോ എല്ലാ വർഷത്തിലും. സൗരവർഷത്തിലും ചന്ദ്രവർഷത്തിലും മാസങ്ങൾ 12 ആണ്. ആ മാസങ്ങൾ 12 കിട്ടണമെങ്കിൽ ജനുവരി ഇത്ര, ഫെബ്രുവരി ഇത്ര, മാർച്ച് ഇത്ര, മെയ് ഇത്ര.
അത് അവർ പേരിട്ട ഓരോരോ പേരുണ്ടല്ലോ, ഓരോരോ പേരുകളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ബിംബങ്ങളുടെ പേരുകളും അതുപോലത്തെ പേരുകളും ശൈത്താൻ പേരുകളും ഒക്കെയാണ്. ആ പേരുകൾക്കനുസരിച്ചിട്ടിട്ട് ഓരോരോ മനസ്സിലാക്കുന്ന ദൈവങ്ങളുടെ പ്രീതിക്കനുസരിച്ച് ദിവസം 31 കൊടുക്കുക, 30 കൊടുക്കുക, 29 കൊടുക്കുക, 28 കൊടുക്കുക, അങ്ങനെ. എന്നിട്ട് തന്നെ തികയില്ല. കാലങ്ങൾ ചെല്ലുമ്പോൾ മാറുമ്പോൾ പിന്നെ ഫെബ്രുവരി 28 തോന്നി 29 പൂരിപ്പിച്ചാലേ ഈ 365 ദിവസങ്ങൾ കൂടുന്നൊരു വർഷം തന്നെ സൗരവർഷത്തിൽ കൃത്യമാകൂ. നേരെ മറിച്ച് സുതാര്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതും ആ മാസങ്ങൾ 12 മാറി മറിഞ്ഞ് ഒരു വർഷം തികക്കാൻ എണ്ണം പഠിപ്പിച്ചിട്ടുള്ളതും ഏതിനെയാണ്? ചന്ദ്രനെയാണ്. അള്ളാഹു പറയുന്നു, നോക്കി, ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅ വൽ ഖമറ നൂറ വഖദ്ദറഹു മനാസില ലിതഅലമു അദദ അസ്-സിനീന വൽ ഹിസാബ്. സൂറ യൂനുസ് 5-ാമത്തെ ആയത്ത്. ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅ, പ്രചൊരിയുന്ന രീതിയിൽ വെളിച്ചം നൽകി അള്ളാഹു താല സൃഷ്ടിച്ചിട്ടുള്ളത് സൂര്യനെയാണ്. ആ സൂര്യനെ അള്ളാഹു താല തിളങ്ങുന്ന പ്രകാശമുള്ള ഒരു ഗോളമാക്കി നെരിപ്പോടാക്കി സൃഷ്ടിച്ചു. വൽ ഖമറ നൂറ, അതിൻ്റെ വെളിച്ചം കിട്ടുന്ന തരത്തിൽ ശോഭിച്ചു നിൽക്കുന്ന ഖമറിനെയും അള്ളാഹു താല വെച്ചു. വഖദ്ദറഹു മനാസില, ഈ ചന്ദ്രന് അള്ളാഹു താല ചില രാശികൾ നിശ്ചയിച്ചു അതിൻ്റെ സഞ്ചാരത്തിന്. ആ രാശികൾക്കനുസരിച്ച് അത് പൂർത്തിയാക്കിയിട്ട് ഉദയം ചെയ്തും അസ്തമിച്ചും ഉദയം ചെയ്തും അസ്തമിച്ചും വരുമ്പോൾ മാസാന്തം ഉദയം ചെയ്യുക എന്ന് പറയുന്ന ഒരു ക്രമം അതിനാണുള്ളത് രാശികൾക്കാക്കിയത്. ഇതള്ള വെച്ചത് ലിതഅലമു അദദ അസ്-സിനീന വൽ ഹിസാബ, കൊല്ലങ്ങളുടെ എണ്ണം നിങ്ങൾക്കറിയാനും നിങ്ങളുടെ ദിനചക്രങ്ങളുടെയും ആയുഷ്ചക്രങ്ങളുടെയും ഒക്കെ കണക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാനുമാണ്. നിങ്ങളുടെ ആയുസ് എത്രയാ, വയസ്സ് എത്രയാ എന്നൊക്കെ കണക്ക് വെക്കാൻ, സക്കാത്തിന്റെ കൊല്ലം കണക്ക് വെക്കാൻ. സക്കാത്തിന്റെ മുതൽ കൊല്ലാന്തം കൊടുക്കേണ്ടത് അത് ജനുവരി മാർച്ചും കൊടുത്താൽ പറ്റൂല. അത് അറബ് മാസത്തിന്റെ കണക്കിന് തന്നെ കൊടുക്കണം, ചാന്ദ്രിക വർഷത്തിന്റെ കണക്കിന് തന്നെ. അപ്പൊ ഈ ചാന്ദ്രിക വർഷത്തിന്റെ നിങ്ങളുടെ കർമ്മങ്ങളുടെ കണക്കും കൊല്ലത്തിന്റെ എണ്ണവും തിരിയാൻ ചന്ദ്രന്റെ മൻസിലുകളാണ് അള്ളാഹു ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ചന്ദ്രവർഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊല്ലം മനസ്സിലാക്കാൻ പറ്റുന്നത്. ചന്ദ്രവർഷം എങ്ങനെയാണ് ആവുക? അള്ളാന്റെ റസൂല് നഹ്നു ഉമ്മത്തുൻ ഉമ്മയ്യ ലാ നക്തുബു വലാ നഹ്സുബു, നമ്മൾ നിരക്ഷരത വർദ്ധിച്ച ഒരു സമൂഹമാണ് എന്നും. എന്ന് വെച്ചാൽ നമുക്ക് എഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ എഴുതാൻ അറിയുന്ന ഒരു സമൂഹത്തിൽ എപ്പോഴും ന്യൂനപക്ഷക്കാരും ഭൂരിപക്ഷം എഴുതാൻ അറിയാത്തവരാണ്. അതേപോലെ തന്നെ കണക്ക് കൂട്ടിയിട്ട് ഹിസാബുകൾ നോക്കിയിട്ട് ചന്ദ്രരാശിയും സൂര്യരാശിയും ഒന്നും കണക്ക് കൂട്ടി പറയാനോ ആക്കാനും നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് മാസത്തെ കണക്കാക്കാൻ നിങ്ങൾ മാസം കാണുമ്പോൾ, പിറച്ചന്ദ്രനെ കാണുമ്പോൾ അതടിസ്ഥാനത്തിൽ നിങ്ങൾ മാസം ഉറപ്പിച്ചോളൂ, മാസം തീരുമാനിച്ചോളൂ. പിറച്ചന്ദ്രൻ രണ്ടാമതും ഉദയം ചെയ്ത് കാണുമ്പോൾ രണ്ടാമത്തെ മാസവും ആരംഭിച്ചോളൂ. പിറച്ചന്ദ്രനെ കാണാതെ വരാമല്ലോ, ഫൈൻ ഉമ്മ അലൈക്കും, മേഘം മൂടിയോ മറ്റോ ഒക്കെ കാണാതെ വരാം. തെളിഞ്ഞ മാനത്തു തന്നെ ന്യൂമൂൺ ഉണ്ടായിട്ടും കാണാതെ വരാം. കാണാൻ ആള് നോക്കിയില്ല, അല്ലെ നോക്കിയൊരു കണ്ടില്ലാറിനാ വരാലോ. ഇങ്ങനെ കാണാനാകാതെ വന്നാലോ നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, 30 പൂർത്തിയാക്കി കഴിച്ചോ. അതുകൊണ്ട് 29, 30, 29, 30, 29, 30 ഇങ്ങനെ മാസം വരുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇതിനെയും ഈ സമീകരണക്കാർ ചിലപ്പോൾ പറ്റിക്കുക. 1 മാസം 29 പിന്നെ 30 വരുള്ളൂ, പിന്നെ 29 വരുള്ളൂ, പിന്നെ 30 വരുള്ളൂ എന്നാ നബി പറഞ്ഞിട്ട് കണക്ക് എന്നാ പറയുന്നത്. അങ്ങനൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ചന്ദ്രോദയമല്ല മാസത്തിന്റെ കണക്ക്, ചന്ദ്രോദയത്തിന്റെ ദർശനമാണ്. ചന്ദ്രോദയത്തിന്റെ ദർശനം, ഉദയചന്ദ്രന്റെ പിറവി ചന്ദ്രന്റെ ദർശനം എന്ന് പറയുന്നത് മനുഷ്യൻ കണ്ടെങ്കിൽ അള്ളാഹു തൗഫീഖ് ചെയ്തെങ്കിൽ തന്നെ കിട്ടുള്ളൂ. കണ്ടാലും പോരാ, കണ്ടോനെ വിശ്വസിക്കാഞ്ഞാലും മതി. കാല്യന്മാർ കണ്ടോനെ വിശ്വസിച്ചില്ല എന്ന് വെച്ചാൽ ആ മാസം പിറചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഉറപ്പാവൂല. ഇവിടെ കണ്ടു, ഉദയ സമയത്തിൽ വ്യത്യാസമുള്ള സ്ഥലത്ത് കാണാതിരുന്നാലും മതി. അങ്ങനെ വന്നാലും അവിടെ ഉറക്കൂല, ഇവിടെ ഉറക്കും. അപ്പൊ വ്യത്യാസം വരാൻ എങ്ങനെയും ചാൻസ് ഇതിലുണ്ട്. വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യൻ തിരിമറികൾ നടത്തിയിട്ടും ഇതിൽ പിഴവുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ജാഹിലിയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
അവിടുത്തെ തിരു ഹജ്ജിന്റെ വർഷം അള്ളാഹു ഇത് കൃത്യപ്പെടുത്തിയ ഹജ്ജാണ്. എന്തിന്? നബിയുടെ ഹജ്ജ്, ഇസ്ലാമിന്റെ ഹജ്ജ്, ഇസ്ലാം പഠിപ്പിക്കുന്ന ഹജ്ജ് നബിയുടെ ഹജ്ജാണ്. ആ ഹജ്ജ് കൃത്യമാകാം. അതിന് അറഫായുടെ നാട് മാസപ്പിറവിയുടെ കണക്കുകൾക്കനുസരിച്ച് വ്യത്യാസം വരാതെ അള്ളാന്റെ നിയമത്തിനനുസരിച്ച് ഇതുവരെ കണ്ട കൈക്രിയകളൊക്കെ തെറ്റാൻ, ഇതുവരെ നടന്ന കയ്യേറ്റങ്ങളൊക്കെ വന്നാൽ സംഭവിച്ചിട്ടുള്ള പിഴവുകളൊക്കെ ശരിപ്പെടുത്താൻ അള്ളാഹു നിശ്ചയിച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമാക്കി അവിടുത്തെ ഹജ്ജത്തുൽ വദായിൽ. ഇന്ന് അള്ളാഹ് സൃഷ്ടിച്ചപ്പോൾ സൂര്യചന്ദ്രന്മാരെങ്ങനെയാണോ സഞ്ചരിച്ചതെങ്കിൽ ആ സഞ്ചാരത്തിനനുസരിച്ചുകൊണ്ട് കൃത്യം ദുൽഹിജ്ജ 9 അറഫാ ദിനമാണ്, വെള്ളിയാഴ്ചയാണ്. ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ച വന്നപ്പോൾ ദുൽഹിജ്ജ 9 വെള്ളിയാഴ്ച നബിയുടെ ഹജ്ജ് വരുമ്പോൾ, ഹജ്ജാണെങ്കിലോ ഹിജറ 10-ാം വർഷത്തിലെ ദുൽഹിജ്ജ മാസത്തിലാണ് ഹജ്ജ്. അത് വരും പറയണം. കാരണം 11-ാം മാസത്തിൽ 11-ാം വർഷത്തിൽ ഹിജറയുടെ 11-ാം വർഷത്തിൽ നബിയുടെ വഫാത്ത് നടക്കണം. 64 വയസ്സാക്കണമെങ്കിൽ ഒരു കൊല്ലം മേപ്പിട്ടക്ക് കൂട്ടാണ്. അപ്പൊ ഇവിടെ കൂട്ടാൻ വേണ്ടി വയ്യ, ഇവിടെ കൃത്യ. ഈ ഹജ്ജ് അറഫാ നാള് വെള്ളിയാഴ്ച വന്നാൽ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് എന്ന് പറയുന്നത് തിങ്കളാഴ്ചയും ആകുക, റബീഉൽ അവ്വൽ 12 ആകുക. അത് കുറച്ച് വിഷമകരമാണ് എന്ന് കണക്ക് നോക്കിയാൽ പറ്റുന്ന ഒരു പ്രശ്നം നമ്മുടെ ഇമാമിങ്ങളുടെ കാലത്തെ പ്രശ്നമുണ്ട്. അത് നമ്മുടെ ഇമാമിങ്ങൾ വിശദീകരിക്കുന്നതോടുകൂടി ആ പ്രശ്നം തീരുന്നു. അപ്പൊ കൃത്യമായിട്ടുള്ള നബിയുടെ വഫാത്ത്, അതായത് ചന്ദ്രപ്പിറവി കാണുന്നത്, ചന്ദ്രപ്പിറവി കണ്ടിട്ട് ദുൽഹിജ്ജ 9 ആകുന്നത് മക്കത്ത് ദുൽഹിജ്ജ 9, മദീനത്ത് ദുൽഹിജ്ജ 9 ആകണമെന്നില്ല. കാരണം ഉദയാസ്തമങ്ങളിൽ മക്കയും മദീനയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പത്തെ സഊദിന്റെ കണക്കല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ പോലുള്ള സ്വഹാബാക്കൾ ജീവിച്ചിരുന്ന കാലത്ത് മക്കത്തെ ചന്ദ്രപ്പിറവി കണ്ടാൽ മദീനത്ത് എടുക്കൂല, മദീനത്തെ ചന്ദ്രപ്പിറവി മക്കത്ത് എടുക്കൂല. അപ്പൊ സ്വഹാബത്തിന്റെ കാലത്തും നബിന്റെ കാലത്തും ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ള പ്രദേശങ്ങളാണ് മക്കയും മദീനയും. ഇന്നും നമ്മുടെ ശാഫിഈ മദ്ഹബിന്റെ കണക്കിന് ഉദയാസ്തമയങ്ങൾ വ്യത്യാസമുള്ളതാണ്. ഉദയാസ്തമയത്തിൽ വ്യത്യാസം പരിഗണിക്കാത്ത ചില മദ്ഹബുകാരും ചില അഭിപ്രായക്കാരുമുണ്ട്. അവരുടെ കണക്കനുസരിച്ചാണ് ഇപ്പൊ സഊദിയൊക്കെ മുന്നോട്ട് പോകുന്നത്, മറ്റു മുസ്ലിം രാഷ്ട്രങ്ങളും മുന്നോട്ട് പോകുന്നത്. അതില്ല, നബിയുടെ കാലത്ത് കൃത്യമായി ഉദയാസ്തമയത്തിൽ വ്യത്യാസം വരുന്നത് കൊണ്ട് മക്കയിലെ ദുൽഹിജ്ജ 9 മദീനയിൽ ദുൽഹിജ്ജ 9 ശരിയല്ല എന്ന് വന്നാൽ ഈ പറഞ്ഞ റബീഉൽ അവ്വൽ റസൂലുള്ളാഹിന്റെ 12 തിങ്കളാഴ്ച വഫാത്ത് നടക്കും എന്ന് നമ്മുടെ ഇമാമിങ്ങൾ പ്രത്യേകമായി വിവരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ 12 കഴിഞ്ഞ പിറ്റേന്ന് തിങ്കളാഴ്ച എന്ന് വെച്ചാലും ഒക്കും. 12 എന്ന് പറഞ്ഞാൽ 12 കഴിഞ്ഞ തിങ്കളാഴ്ച. യൗമുൽ ഇത്നൈൻ എന്ന് പറഞ്ഞാൽ 12ന്റെ ശേഷം എന്ന് പറഞ്ഞാൽ 12 രാവാണ്. 12 ലൈലത്ത് എന്നാ പറഞ്ഞത്. സിന്തൈ അഷറ 12ന്റെ ഇസ്നത്തൈ അഷറിന്റെ ശേഷം എന്ന, ഇസ്നത്തൈ അഷറിന്റെ ശേഷം എന്നത് 12 രാപ്പകലുകളുടെ ശേഷം എന്ന് വെച്ചാൽ ഒരു റബീഉൽ അവ്വൽ 13 നബി വഫാത്തായി എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ പ്രശ്നം പരിഹരിക്കും. ഇത് നമ്മുടെ ഇമാമിങ്ങൾ വളരെ വ്യക്തമാക്കിയതോടുകൂടെ ആ പ്രശ്നം തീർന്നു. പക്ഷെ സംഗതി വശാൽ അള്ളാഹുവിന്റെ നിശ്ചയം കൃത്യമായി ഒത്തിരിക്കുന്നത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയും തന്നെയാണ് നബിയുടെ വഫാത്ത്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയും തന്നെയാണ് നബിയുടെ മീലാദ്. അതേ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച തന്നെയാണ് നബിയുടെ ഹിജറയും. ഇത് അള്ളാഹു ക്രമീകരിച്ചു ഒത്ത കണക്കിന് തന്നെ ഈ 1500-ാം വർഷമാണ് നബിയുടെ മീലാദിൻ്റേത് ഇക്കൊല്ലം എന്നത് ദൃഢീകരിച്ച് ഉറപ്പിക്കുക. ജന്മദിനം ശരിയാ, ജന്മദിനത്തിന്റെ വാർഷികം 1500 എന്ന് ഇക്കൊല്ലത്തേത് ഉറപ്പിക്കാതെ ശരിക്ക് കണക്കൂട്ടിയാൽ ഈ സമീകരണക്കാർക്ക് തന്നെ ബോധ്യപ്പെടും. അപ്പൊ ഈ സമീകരണത്തിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. സമീകരണം എന്ന് പറഞ്ഞാൽ ആകെ അതിനൊരു തെളിവ് പറയാനുള്ളത് എന്താ? അസ്ഹാബുൽ കഹ്ഫിന്റെ കണക്ക് ഖുർആൻ വിവരിച്ചതാ. വലബിസൂ ഫീ കഹ്ഫിഹിം 300 സിനീന വസ്ദാദൂ 9. അസ്ഹാബുൽ കഹ്ഫ്, അതായത് ഷാം, മദിയനിന്റെ ഭാഗത്ത് ഷാമിൽ പോകുമ്പോൾ അവിടെയാണ് അസ്ഹാബുൽ കഹ്ഫിന്റെ ഗുഹയൊക്കെ. ഇന്നും ആ ഗുഹ കാണാം. ആ ഗുഹയും പ്രദേശങ്ങളും ഒക്കെ അക്കാലത്ത് ക്രിസ്ത്യൻ ഭരണത്തിന്റെ കീഴിലാണ്, റോമൻ ഭരണത്തിന്റെ കീഴിലാണ്. റോമൻ ഭരണത്തിന്റെ കീഴിൽ നടക്കുന്ന അവിടങ്ങളിൽ റോമൻ കലണ്ടർ പ്രകാരമുള്ള കാലഗണനയാണ്. അത് സൗരവർഷമാണ്.
സൗരവർഷം അനുസരിച്ചു കൊണ്ടുള്ള കാലഗണന പ്രകാരം, ആ കാലഗണന പ്രകാരമുള്ള ഒരു സൗരവർഷത്തിൽ 300 വർഷമാണ് അസ്ഹാബുൽ കഹ്ഫ് അവരുടെ ഗുഹയിൽ ഉറങ്ങിയത്. അള്ളാഹു ഉറക്കിയതാണ്. വല്ല അത്ഭുതകരമായ, അതാണ് നമ്മൾ അൽ കഹ്ഫ് സൂറത്ത് എന്ന സൂറത്തിൽ കാര്യമായിട്ടുള്ള കഥ. അൽ കഹ്ഫ് പറഞ്ഞ ഗുഹ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുഹാവാസികളായ ഒരു 7 ആളുകളും അതുപോലെ തന്നെ അവരുടെ പട്ടിയും, അങ്ങനെ 7ഉം ഈ പട്ടിയുമടക്കമുള്ള ജീവികൾ ഉറങ്ങുകയാണ്. ഈ പട്ടി കാത്തുകൊണ്ട് തന്നെ ഉറങ്ങുകയാണ് ഇവർ. ഇങ്ങനെ 300 കൊല്ലം ഉറങ്ങിയതിനെ അവർ കണക്ക് കൂട്ടിയത് 300 കൊല്ലമാണ്. ഒലബിസൂഫി കഹ്ഫിഹിം സലാസമിഅത്തി സിനീന, 300 കൊല്ലമാണ് ഇവർ കഹ്ഫിൽ ഉറങ്ങിയത്. ഈ 300 കൊല്ലം പക്ഷേ വസ്ദാദു തിസ്ആ, അറബികൾ 9 വർഷവും കൂടി വർദ്ധിപ്പിച്ച് മനസ്സിലാക്കും. അപ്പൊ 300 കൊല്ലത്തിന് 9 വർഷം. സാധാരണഗതിയിൽ കമരി വർഷവും ശംസി വർഷവും തമ്മിൽ മാറ്റം വരും. അതെല്ലാവർക്കും അറിയാം. അതായത് 33 വർഷം കഴിയുമ്പോൾ 1 വർഷത്തെ മാറ്റം ഉണ്ടാവും. അത് നമ്മളൊക്കെ കണക്കൂട്ടുണ്ടാകും. 33 ഇംഗ്ലീഷ് മാസത്തിൻ്റെ കണക്കനുസരിച്ച്, ജനുവരി ഫെബ്രുവരി മാസത്തിൻ്റെ കണക്കനുസരിച്ച്, ക്രിസ്താബ്ദം അനുസരിച്ച് 33 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് അറബ് മാസത്തിൻ്റെ കണക്കനുസരിച്ച് ഇസ്ലാമികമായി 34 വയസ്സാവും. 34 വയസ്സ്. അങ്ങനെ 3, 33, 99. ആ 99 ഒന്നും കൂടി കൂടിയാൽ കൃത്യമായിട്ട് വരും. മറ്റേ ചില ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ട് വരും 100 വർഷം. ശംസി വർഷം, അതായത് സൗരവർഷം 100 വർഷമായാൽ 3 വർഷം ചന്ദ്രവർഷം കൂടും. ഇത് അറബും ക്രിസ്തബ്ദവും തമ്മിലുള്ള മാറ്റമാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഈ മാറ്റം പറഞ്ഞാൽ തന്നെ തിരിയല്ലേ നമുക്ക് സമീകരിക്കാൻ പറ്റൂല. സമീകരിച്ചുകൊണ്ട് പോയാൽ ഈ മാറ്റം വളരെയധികം വിഷമം സൃഷ്ടിക്കും. കാരണം നമ്മളിപ്പോ പറയണ മാതിരി മാസത്തിന്റെ ന്യൂമൂണ് ശരിക്കും ഉദയം ചെയ്തിട്ട് തന്നെ ആ മാസപ്പിറവി കാണാതിരുന്നാൽ, മറ്റേതെങ്കിലും കാര്യത്താൽ കാണാതിരുന്ന, ഉദാഹരണമായി 5 മിനിറ്റേ ഉള്ളൂ അസ്തമയ ശേഷം, ന്യൂമൂൺ കഴിഞ്ഞ് അസ്തമയ ശേഷം ഒരു 5 മിനിറ്റേ അന്തരീക്ഷത്തിൽ ഉള്ളൂ പിറചന്ദ്രൻ, കാണൂല. അങ്ങനെ കാണാതിരുന്നാൽ ന്യൂമൂൺ ഉണ്ടായിട്ടും ചന്ദ്രപ്പിറവി ഉണ്ടായിട്ടും കാണുന്നില്ല, മാസം കാണൂല. പിറ്റേന്ന് 30 പൂർത്തിയാക്കിയിട്ട് ഒന്നേ ആവുള്ളൂ. ഇങ്ങനെ വ്യത്യാസം വരാനും ആളുകൾ കണ്ടിട്ട് തന്നെ വിശ്വാസം കാലിമാർക്ക് ബോധ്യപ്പെടാതെ അങ്ങനെ മാസം ഉറപ്പിക്കാതിരിക്കാനും, ഒരിടത്ത് കണ്ട് മറ്റിടത്ത് കാണാതിരിക്കാനും, അല്ലെങ്കിൽ തീരെ കാണാൻ ആളുകൾ നോക്കാതിരുന്നുകൊണ്ട്, ഫർദ് കിഫായാണെന്ന് നോക്കരുത്, പക്ഷേ നോക്കാതിരിക്കാനും മനുഷ്യന്മാർ നോക്കാതിരുന്നില്ല. ഇപ്പൊ തന്നെ ഏത് മാസമാണ് നോക്കുക? ചെറിയൊരുനാളിനും വലിയൊരുനാളിനും ഏറിയ റബീഉൽ അവ്വലും മുഹറത്തിലും നോക്കിയെന്ന് വരും. ബാക്കി മാസമൊന്നും മനുഷ്യന്മാർ നോക്കാറില്ല, പറയാറുമില്ല, ഉറപ്പിച്ചാറില്ല. ഇപ്പൊ കുറച്ച് തുടങ്ങിയിട്ടുള്ളൂ ഏതോ ചില കാലന്മാര്. ബാക്കിയൊക്കെ ഈ ഉറപ്പിച്ചുള്ള മാസം അതേ നോക്കണുള്ളൂ. എല്ലാ മാസങ്ങളും നോക്കണം ഫർദ് കിഫായ, പക്ഷെ നോക്കാതിരുന്നാൽ കാണുമല്ലോ. അങ്ങനെ നോക്കാതിരുന്നാൽ, കാണാതെ വന്നാൽ എന്ത് ചെയ്യും? 30 പൂർത്തിയാക്കിയിട്ട് മാസം ശരിക്കും. അപ്പൊ 30 പൂർത്തിയാക്കിയിട്ട് മാസം വന്നാൽ, ഏറെ വന്നാൽ 1 കൊല്ലത്തിൽ 12 ദിവസം വ്യത്യാസം വരും. അതേസമയം സൗരവർഷത്തിലോ ഒക്ടോബർ 31, ജനുവരി ചിലപ്പോൾ 31. ഈ 31ഉം 30ഉം ഒക്കെ കണക്കൂട്ടിയിട്ടുള്ള എല്ലാം കൂടി കൂട്ടിയാലും 365 ദിവസം എന്ന് പറഞ്ഞ ആ ദിവസങ്ങൾ പിന്നേറ്റ് കൂട്ടിയാൽ കുറച്ച് മാറ്റം ഉണ്ടാവും. 354 ചില്ലാനും ദിവസമേ ഇതിന് വരുള്ളൂ. അപ്പൊ ആ നിലക്കുള്ള വ്യത്യാസം ഇവ രണ്ടിനും ഇടയിലുള്ളത് കൊണ്ട് ഇതിനെ നോക്കി പ്രത്യേകം മറ്റേത് സമീകരിക്കുന്നത് ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാമെന്നല്ലാതെ നമ്മുടെ ഇമാമിങ്ങളുടെ കാലത്തൊന്നും ഇതൊരിക്കലും നടന്നിട്ടില്ല. ആധുനികന്മാർ വന്ന ശേഷം, അതിൻ്റെ സൗകര്യം വന്ന ശേഷമാണ് ഇത് നടന്നിട്ടുള്ളൂ. ഇപ്പൊ വളരെ സൗകര്യമാണ് സമീകരണത്തിന്. പക്ഷെ സമീകരണത്തിന് ശ്രമിച്ചുകൊണ്ട് ഒരാൾ പോയി അങ്ങനെ പോയാൽ അവസാനം അലി മണിക്കുഫാൻ പറഞ്ഞ മാതിരി നമ്മൾ കണക്ക് പേച്ച് കയറേണ്ടി വരും. കാരണം എന്താണ്? കണക്കുകളൊക്കെ കൃത്യമായിട്ട് സൂര്യന്റെ ചലനത്തിനനുസരിച്ച് കണ്ട് കൃത്യമാക്കിയാൽ ചന്ദ്രന്റെ ഉദയവും കൃത്യമായിട്ട് കിട്ടും. ഉദയം കൃത്യമായിട്ട് കിട്ടും, ചന്ദ്രന്റെ ഉദയം. പക്ഷേ ചന്ദ്രോദയമല്ല മാസപ്പിറവിയുടെ നിദാനം, ചന്ദ്രോദയത്തിന്റെ ദർശനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഉമ്മത്തിനെ സഹായിക്കുകയാണ്. ഈ ഉമ്മത്തിന്റെ സുതാര്യതയ്ക്ക്, അവർക്ക് മാസം മനസ്സിലാക്കാനുള്ള സുതാര്യ മാർഗത്തിന്, കണക്കും അതിന്റെ കണക്കും കൃത്യം അറിയണമല്ലോ. എത്ര ആളുണ്ടാവും? ഇപ്പൊ തന്നെ നമ്മൾ കലണ്ടർ നോക്കിയിട്ടല്ലേ അതൊക്കെ കണക്കൂട്ടുള്ളൂ. കലണ്ടറുകാരെ ഉറപ്പിച്ച് വിശ്വസിക്കുക, ആ വിശ്വാസത്തിനനുസരിച്ച് നമുക്ക് ആക്കാൻ പറ്റുള്ളൂ.
മുൻകൂട്ടി കാലേ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കലണ്ടർ നിശ്ചയിച്ചാൽ. ഇപ്പൊ ഹിജ്റ കലണ്ടർ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കലണ്ടർ ഉണ്ടാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്തിരുന്ന ആളുകളാണ് ഇത് രണ്ടും സമീകരിച്ചുകൊണ്ട് കൃത്യമാക്കാൻ വേണ്ടി നോക്കുന്ന കൂട്ടം. അവർ തന്നെയാണ് റസൂലുള്ളാഹിന്റെ ഈ 64 വയസ്സുണ്ടാക്കിയവരും. 63 വയസ്സാണ് ലോകരെമ്പാടും ഇന്ന് വരെ പഠിച്ചു വന്നിട്ടുള്ളത്. റസൂലുള്ളാഹിക്ക് 63 വയസ്സ്. അതിനൊരുപാട് കൃത്യമുണ്ട്. ഇവരുടെ ഈ സമീകരണം കൊണ്ട് എത്രത്തോളം വന്നു എന്നറിയുങ്ങൾ. ഫത്ഹ് മക്ക ഉണ്ടായത് ഹിജ്റ 9 ഹിജ്റ 9. നമ്മളെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ സ്വഹീഹുൽ ബുഖാരി അടക്കമുള്ള എല്ലാ ഗ്രന്ഥങ്ങളും നോക്കിയാലും അതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ചരിത്ര വിവരണ ഗ്രന്ഥങ്ങൾ നോക്കിയാലും ഹിജ്റ 8 റമളാനിലാണ് ഫത്ഹ് മക്ക. പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കാണുമല്ലോ. റസൂലുള്ള മക്കയിൽ നിന്ന് ബഹിഷ്കൃതരായി. ആ മക്ക ഇസ്ലാമിന്റെ അധീനത്തിൽ വരുന്ന പ്രധാന സംഭവമാണ് ഈ പറയുന്നത്. ഹുദൈബിയ എന്നറിയുന്ന സന്ധി ഉണ്ടാകുന്നത് 6-ലാണ്. അത് കഴിഞ്ഞ് ഉംറത്തുൽ ഖളാ ഉണ്ടാകുന്നത് 7-ലാണ്. അത് കഴിഞ്ഞ ഓരോരോ സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇത്രാം കൊല്ലത്തിലാണ്. കൃത്യമുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ച ചെയ്ത് പണ്ഡിതന്മാർ ക്രമീകരിച്ച് ദൃഢീകരിക്കും. അഭിപ്രായ വ്യത്യാസം ഏതിലല്ലാത്തത്? ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കണക്കെടുത്ത് പോവുകയാണ് നമ്മളെന്ന് വെച്ചാൽ അത് കുഴങ്ങിപ്പോകും. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നല്ലോണം ക്രമീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തെ സംബന്ധിച്ച് നല്ല പോലെ ക്രമീകരിച്ച് ദൃഢീകരിച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ. അതിൽ ചില റിപ്പോർട്ടിൽ റസൂലുള്ളാഹിന്റെ വഫാത്ത് 64 വയസ്സല്ല 65 വയസ്സിലാണെന്ന് റിപ്പോർട്ടുണ്ട്. 63 വയസ്സിലാണെന്ന് റിപ്പോർട്ടുണ്ട്. 65 വയസ്സിന്റെ റിപ്പോർട്ടും 63 വയസ്സിന്റെ റിപ്പോർട്ടും തമ്മിൽ പ്രത്യക്ഷത്തിൽ എതിര് വന്നപ്പോൾ നമ്മൾ ഇമാമിയങ്ങൾ പറയുന്നത് 63-നെ തേച്ചതാണിത് 65. 63, 62 എന്നൊക്കെ പറഞ്ഞാൽ ഒരു കെസറല്ലേ. ആ കെസറിനെ തേച്ച 5, 65. അങ്ങനെ 65 ആക്കിയതാണ് അഭിപ്രായ വ്യത്യാസം. ഒരു സ്വഹാബി അഭിപ്രായപ്പെടില്ലേ 65. അപ്പൊ 65 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 63 വയസ്സായാൽ അത് ചിലർ 65 അറിയും. ഒരു 70-നോടടുത്ത് വയസ്സായാൽ 68 വയസ്സായ ചിലർ 70 എന്ന് പറയും. അങ്ങനെയുള്ളതിന്റെ കണക്ക്. അങ്ങനെ 70, 5 ഈ 10-കള് അതേപോലെ 5-കള് എന്നൊക്കെ പറയുന്നത് ഖണ്ഡങ്ങളല്ലേ. ഈ ഖണ്ഡങ്ങൾക്കനുസരിച്ചുകൊണ്ട് 63 വയസ്സിന്റെ കുറവ് തീർത്ത് 65 എന്ന് പറഞ്ഞതാണ്. ഈ സമീകരണക്കാര് പറയുന്നതോ 63 എന്നും ഹദീസിലുണ്ട്, 64 എന്നും ഹദീസിലുണ്ട്. അപ്പൊ ഞങ്ങൾ ജമ്മ് ചെയ്തു 64. ഹദീസിൽ 63 ഒന്ന്, ഒരു റിപ്പോർട്ടിൽ 65. ഇതിനെ നമ്മളെ ഇമാമിയങ്ങൾ മനസ്സിലാക്കി തന്ന് 63 കൃത്യമാണ്. അത് കണക്കൂട്ടി വെക്കുക ഒക്കുന്നുണ്ട്, ശരിയാ. ഈ 63 കാരണം 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത, 10 വർഷക്കാലം നുബൂവത്തിന്റെ നബി മദീനത്ത, 23 40 വർഷക്കാലം നുബൂവത്തിന്റെ മുൻപും. ഇത് വളരെ കൃത്യല്ലേ കണക്ക്. 40ഉം 23ഉം 63. ഇത് നമ്മൾ കുട്ടിക്കാലത്ത് പഠിക്കുന്നതല്ല. മുസ്ലിം ഉമ്മത്ത് എല്ലാവരും മനസ്സിലാക്കി വരുന്നൊരു കഥയാ. ഈ 63 ബുഖാരിയിലെ ഹദീസിലടക്കം ഉണ്ടാകുമ്പോൾ ഈ 63-ന്റെ റിപ്പോർട്ട് 63 എന്നുള്ളത് ബലപ്പെടുത്താണ്. പിന്നെ 65 എന്ന് പറഞ്ഞാൽ ചില സ്വഹാബികളുടെ അഭിപ്രായമാണ്. അവർ ഈ 63-നെ 65 ഖണ്ഡം തേച്ചതാണ് നമ്മൾ ഇമാമിയങ്ങൾ മറുപടി പറയാം. അപ്പൊ ഇവര് പറയുന്ന എന്താ? ഈ സമീകരണക്കാർ ഇപ്പൊ 570 അള്ളാന്റെ റസൂലിന്റെ 71 റസൂലുള്ളാഹിന്റെ ജന്നം കൊണ്ടുപോകുന്ന ആളുകൾ കാണിക്കുന്നത് 63 65 അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ അതിനെ ജമ്മ് ചെയ്താൽ 64. എന്ത് ജമ്മ് അത്? മൂന്നാമത്തെ അഭിപ്രായം ഉണ്ടാക്കലാണോ ജമ്മ്? 63 എന്നുള്ളതൊരു കൃത്യം, 64 എന്നുള്ളതൊരു കൃത്യം, 65 എന്ന് പിന്നെയും ജബിർ ആക്കാം. ഈ ജബിറാക്കിയതാണെന്ന് പറഞ്ഞ് 63 റിപ്പോർട്ടിനെ എടുത്തു വരുമ്പോ റിപ്പോർട്ടൊന്നുമില്ലാത്ത 64 രണ്ടിന്റെ മധ്യം മുറിച്ചത്. അത് പണ്ട് തൊള്ളിയിലെ പല്ല്, അല്ല തൊള്ളിയിലെ പല്ല് മുഴുവൻ ഞാൻ തല്ലു വെക്കുന്ന മാപ്പിള പറഞ്ഞ്. അപ്പൊ പെണ്ണുങ്ങളഞ്ഞ് ഒരു പല്ലുങ്ങൾ തച്ചു വെക്കൂല, ഒറ്റ പല്ലുകൾ തൊടൂല. അപ്പൊ മകൻ പിന്നെ മദ്യം പറഞ്ഞു വന്ന് പാപ്പ പറയും പോലെ എല്ലാ പല്ലും കൂടിയും തച്ചു വെക്കും വേണ്ട, ഉമ്മ പറയും പോലെ ഒറ്റ പല്ലും തച്ചു വയ്ക്കാൻ പറ്റൂല എന്ന് പറയണ്ട, ഒരു വരിയിലെ പല്ലും തച്ചു വെച്ചാൽ മതി, ബാക്കി ഒരു വരിയിലെ പല്ല് അവിടെ കിടക്കട്ടെ എന്ന് മകൻ മദ്യം പറഞ്ഞു. ഇതേമാതിരത്തെ മദ്യപര് 63 അവിടെ കിടക്കട്ടെ, 65 അവിടെ കിടക്കട്ടെ, 2 റിപ്പോർട്ട് പോക്കിയാൽ ഞങ്ങൾ ജമ്മ ചെയ്യുന്നു 64. ഈ 64 ഈ ആളുകൾ. ഇത്തരം കണക്കുകാരുടെ ഒപ്പം നമ്മുടെ ഈ പ്രാസംഗികന്മാർ എന്തിനാ വെറുതെ കൂടുന്നത്? കണക്കുകാരുടെ ഒപ്പം വെറുതെ കൂടിയിട്ട് പേച്ചു പോകണോ? അപ്പൊ വാസ്തവത്തില്
ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ പറഞ്ഞത് ഇപ്പൊ ചോദ്യത്തിന് പറഞ്ഞു, ഒന്നുകൂടി ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. ഞാനിത് പറഞ്ഞു വന്നപ്പോൾ അതിന്റെ വിശദീകരണത്തിലേക്കാണ്. ചോദ്യം കൊണ്ട് വായിച്ചതായിട്ട് ഒപ്പിക്കണം ഇൻഷാ അല്ലാഹ്. തിരുനബിയുടെ 1500 മീലാദ് ആഘോഷിക്കുകയാണല്ലോ. 1500 മീലാദ് ആഘോഷിക്കുകയാണ്, ശരിയാ. 1500 മീലാദാണ് 1500 മീലാദാണ് അടുത്ത റബീഉൽ അവ്വൽ 12 വരുമ്പോൾ 1500 മീലാദാണ്. 1-ാം മീലാദ് ജനിച്ച ദിനം, 2-ാം മീലാദ് 1-ാം വാർഷിക ദിനം, 3-ാം മീലാദ് 2-ാം വാർഷിക ദിനം, അങ്ങനെ കൂട്ടിയ 1500 ജന്മദിനമാണ്. ശരി. എന്നാൽ വരുന്ന റബീഉൽ അവ്വൽ 1499 വാർഷികമല്ലേ? അതെ, ജന്മദിനത്തിന്റെ വാർഷികമാണെങ്കിൽ 1499 വാർഷിക ദിനം തന്നെ ആകുള്ളൂ. വാർഷികമാണെങ്കിൽ ജന്മദിനം 1500. ഈ റബീഉൽ അവ്വൽ കഴിയുന്നതോടെയല്ലേ 1500 വർഷത്തിലേക്ക് അതെ, പ്രവേശിക്കുക? വർഷത്തിലേക്ക് പ്രവേശിക്കൽ അങ്ങനെ തന്നെ ഉള്ളൂ. 1500 വർഷം എന്ന് പറഞ്ഞാല് ജന്മദിനത്തിന്റെ വാർഷികാഘോഷം എന്നാണെങ്കിൽ അങ്ങനെയാണ്. ജന്മദിനത്തിന്റെ വാർഷികം ആഘോഷിച്ചിങ്ങനെ വരുന്നിട്ട് 500-ാം വാർഷികം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ. ജന്മത്തിന്റെ 500-ാം വാർഷികം എന്നാണെങ്കിൽ ജന്മദിനത്തിന്റെ വാർഷികമാണ് നമ്മൾ 1500 ജന്മദിനത്തിന്റെ വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. എന്നാൽ ഇപ്പോൾ 1500 വർഷമാണെന്നു കരുതി അത് ശരിയാക്കാൻ തിരുനബിയുടെ വയസ്സ് 64 ആക്കിയും മദീനയിൽ തിരുനബി 11 കൊല്ലം ജീവിച്ചെന്ന് അവകാശപ്പെട്ടും അതിനനുസരിച്ച് ചരിത്ര വക്കീകരണങ്ങൾ നടത്തിയും സമസ്തയിലെ ഒരു യുവ പ്രഭാഷകൻ രംഗത്ത് വരികയും ചെയ്തു. ഇവിടെയാണ് പിഴവ്. ഇവിടെ പിഴവ് വരുമ്പോ എന്താണ്, 1500 വാർഷികമാണ് ജന്മദിനത്തിന്റെ എന്ന് തെറ്റിദ്ധരിക്കുന്നു. ജന്മദിനത്തിന്റെ 1500 വാർഷികം അല്ല, 1499 വാർഷികമാണ് ആവുക. തിരുജന്മദിനം 1500 ജന്മദിനമാണ്. ആ ജന്മദിനത്തിന്റെ വാർഷികം എന്നാണെങ്കിൽ വളരെ ക്ലിയർ ആണ്. അപ്പൊ ഈ 1500 വാർഷികമാണ് ഇക്കൊല്ലത്തെ റബീഉൽ അവ്വൽ വരുന്നതെന്ന് കരുതിയിട്ട് അതിനെ ശരിപ്പെടുത്താൻ നോക്കിയാൽ തിരുനബിക്ക് 64 വയസ്സാക്കേണ്ടി വരും. 63 ആക്കാൻ പറ്റില്ല. പലർക്കില്ല 1500 വാർഷികാക്കണ്ടേ. അപ്പൊ 1500 വാർഷികാക്കണമെങ്കിൽ 1501 ജന്മദിനാകണം. 1501 ജന്മദിനത്തിനാണ് 1500 വാർഷികം വരുള്ളൂ. 1500 ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പൊ 1500 ജന്മദിനം എന്ന് പറഞ്ഞത് ഇക്കൊല്ലം 1500 വാർഷിക ജന്മദിനത്തിന്റെ വാർഷികമാക്കിയാൽ 64 ആക്കാൻ ഒരു കൊല്ലം മേപ്പെട്ട് കൊണ്ടുകൂടി. ഈ അബദ്ധമാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതിന് തിരുനബിയുടെ ഹിജറക്ക് 11 കൊല്ലം ജീവിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റൂല. ഹിജറ 10 വർഷം മാത്രമാണ്. ഇത് ധാരാളം കവിതകളും ധാരാളം ചരിത്ര ഗ്രന്ഥങ്ങളും ഉള്ളതാണ്. 10 കൊല്ലം മദീനത്തും 13 കൊല്ലമോ അല്ലെങ്കിൽ 10 ചില്ലാനം കൊല്ലമോ എന്നാണ് മക്കത്തുള്ളത്. അത്രയും കൊല്ലം വന്നാൽ ശരിക്കും 63 വയസ്സ് തിരിയും. കാരണം നുബുവത്തിൻ്റെതാണ് ഈ 23. 40 വർഷം നുബുവത്തിന്റെ മുമ്പും. അപ്പൊ 63 കൃത്യമായിട്ട് കിട്ടും. 11 കൊല്ലം മദീനത്ത് വെക്കാൻ പറ്റില്ല. കഴിഞ്ഞ സമകാലികത്തിൽ ഹിജറയെ കാലഗണനയ്ക്ക് ഉപയോഗിച്ചത് സ്വഹാബത്തിന്റെ ഇജ്മാ ആണെന്ന് അങ്ങ് പറഞ്ഞതിനെ എതിർക്കുകയും ഹിജറ അടിസ്ഥാനമാക്കി എന്നതിലെ ഇജ്മാ ഉള്ളൂവെന്നും ഹിജറ നടന്ന കൊല്ലമാണോ പിറ്റേ കൊല്ലമാണോ ഹിജറ 1 എന്നതിൽ ഇജ്മാ ഇല്ലെന്നും വാദിക്കുന്നു. ഹിജറയുടെ പിറ്റേ കൊല്ലമാണ് ഇവരുടെ കണക്കിൽ ഹിജറ 1. എന്നാൽ തിരുവഫാത്ത് 11 തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നു. ആ ധാരണ ഞാനൊന്ന് മാറ്റിത്തരാം. ഹിജറ എങ്ങനെയാണ് വർഷം വരുന്നത് എന്ന വിവരം ഞാൻ ഇമാം അസ്കരിയുടെ അവായിൽ ഓരോ കാര്യവും ആദ്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് പറയുന്ന സംഭവങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥമാണ് അസ്കരിയുടെ. മിക്കവാറും എല്ലാവരും ഉദ്ധരിക്കാറ് അസ്കരിയാണിതിൽ. അദ്ദേഹം പറഞ്ഞ ഒരു വിഷയം, അവ്വലു മൻ കതബ താരീഖൽ ഹിജരിയ ഉമറു ഫി റബീഉൽ അവ്വൽ സനത 16. ഹിജറ വർഷം ആദ്യമായിട്ട് ഹിജറയെ ആധാരമാക്കി തീയതി കുറിക്കാൻ എഴുതി തുടങ്ങിയത് ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഹിജറയുടെ 16 വർഷത്തിലാണ് ഇത് നടന്നത്. ഹിജറയുടെ 16 പിന്നെ കണക്ക് വെച്ചതാണ്. ഹിജറയുടെ 16 ആയി മൂപ്പരുടെ ആ വർഷം മൂപ്പര് ഹിജറ വെച്ചപ്പോൾ. ഇതാണ് ഇതിന്റെ തലക്കെട്ട്. ഇതൊന്ന് ഞാൻ വായിക്കാം ഈ വിവരം. ഇത് വായിച്ചിട്ട് ഇതിൽ ഇജ്മാ വന്നോ എന്ന് നമുക്കൊന്ന് ബോധ്യപ്പെടാം.
وكان سبب ذلك فيما روى أبو أحمد عن بعض رجاله أن أبا موسى الأشعري رضي الله عنه كتب إلى عمر. ഉമർ എന്നവരിലേക്ക് അബൂ മൂസൽ അശ്അരി തങ്ങൾ അവർ എഴുതി, അന്നഹു യഅ്തീനാ മിൻ ഖിബലി അമീറിൽ മുഅ്മിനീന കുതുബുൻ, പല എഴുത്തുകളും അമീറുൽ മുഅ്മിനീന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് വരുന്നു. ലാ നദ്രി അലാ അയ്യിഹാ യുഅ്മൽ, ഏതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് നമുക്ക് പിടികിട്ടുന്നില്ല. ഖദ് ഖറഅനാ സ്വക്കൻ മിൻഹു മഹില്ലുഹു ശഅബാൻ, ഒരു ലിഖിതം നിങ്ങളുടേത് കിട്ടി, ഒരു കത്ത്. അതായത് ഗവർണർമാർക്ക് അയക്കാണ് ഉമർ എന്നവർ ഖലീഫ, കത്ത് ദൂതന്മാരുടെ അടുത്ത് കൊടുത്തയക്കാണ്. ആ കത്തിൽ അതിൻ്റെ ഇറക്കിയ ദിവസം, അതിൻ്റെ അവതരണ ദിവസം കാണുന്നത് ഷഅബാൻ എന്നാണ്. ഫമാനദിരി അയ്യു ഷഅബാനൈനിൽ മാദി അമിൽ ആത്തി, ഏത് ഷഅബാൻ, കഴിഞ്ഞ ഷഅബാനാണോ അതോ ഇനി വരേണ്ട ഷഅബാനാണോ അതോ ഇപ്പഞ്ഞ് വരേണ്ട ഷഅബാൻ തിരിയല്ലോ. ഷഅബാൻ എന്ന് കണ്ടുകൊണ്ട് മാത്രം വെച്ചിട്ട്, അത് അറബികളുടെ മാസഗണനാണ് ഷഅബാൻ. ഷഅബാൻ എന്ന് മാസം വെച്ചുകൊണ്ട് മാത്രം വന്നാൽ ഷഅബാന് കഴിഞ്ഞ കൊല്ലുണ്ടാവും, കൊല്ലുണ്ടാവും, കൊല്ലത്തിന്റെ കണക്ക് കിട്ടണ്ടേ? കൊല്ലത്തിന്റെ കണക്കിന് അറബികൾക്ക് ഒരു കൊല്ലക്കണക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഏത് ഷഅബാൻ എടുക്കണമെന്ന് അബൂ മൂസൽ അശ്അരി ഒരു പ്രശ്നം ഖലീഫയുടെ അടുത്തേക്ക് എഴുതുന്നു. ഫഅമില ഉമറു റളിയല്ലാഹു അൻഹു അലാ കത്ബി താരീഖ്, അപ്പോൾ തീയതി എഴുതാനുള്ള ഒരു പരിപാടി മഹാനായ ഉമർ എന്നവർ ആവിഷ്കരിച്ചു, നടപ്പാക്കി. അദ്ദേഹം എന്താ നടപ്പാക്കിയത്? വഅറാദ അൻ യജഅല അവ്വലഹു ശഹ്റ റമളാൻ. ഇപ്പൊ ഇത് ഷഅബാനിലാണ് പ്രശ്നം. ഈ ഷഅബാനിൽ പ്രശ്നം വരുമ്പോൾ അത് തീർക്കുന്ന മഹാൻ തൊട്ടടുത്ത് റമളാനാണ് വരുന്നത്. ആ റമളാനെ 1-ാം മാസമാക്കിയിട്ട് കൊല്ലം തീരുമാനിക്കുക എന്ന് വെച്ചു. അടുത്ത ഈ റമളാനെ 1-ാം കൊല്ലമാക്കിയിട്ട് തീരുമാനിക്കുക എന്ന് വെച്ചു. ഫറആ അന്നൽ അശ്ഹുറൽ ഹുറുമ തഖഉ ഹീനഇദിൻ ഫീ സനതൈൻ. അപ്പൊ അറബികളുടെ മുഹറം മുതലുള്ള കാലഗണന പ്രകാരം നോക്കുമ്പോൾ മുഹറം മുതൽക്ക് മാസം തുടങ്ങിയാലാണ് 4 ഹുറുമിന്റെ മാസവും, അതായത് യുദ്ധം ഹറാമായിരുന്ന 4 പവിത്ര മാസങ്ങളും ഒരു കൊല്ലത്തിൽ തന്നെ സംഭവിക്കുള്ളൂ. അതല്ല പറഞ്ഞല്ലേ, ഇത്നാ അശറ ശിഖറം ഫീ കിതാബില്ലാ മിൻഹാ അർബഅത്തുൻ ഹുറും, 12 മാസങ്ങളിൽ 4 മാസങ്ങൾ യുദ്ധം ഹറാമായിരുന്ന പവിത്ര മാസങ്ങളാണ്. യുദ്ധം ഹറാമാകുക എന്ന നിയമം നീക്കി ഇസ്ലാം. നീക്കിയതിന്റെ ശേഷം ഇപ്പോഴും ആ മാസങ്ങൾക്ക് പവിത്രതയുണ്ട്. ആ പവിത്രമായ മാസങ്ങൾ 1 മുഹറമാണ്, അത് തുടക്കമാസ. അതിന്റെ മുമ്പ് കഴിഞ്ഞ മാസമാണ് എന്ത്? ദുൽഹിജ്ജ, ശവ്വാല്, ദുൽഖഅദ എന്ന് പറയുന്നത്. ഇങ്ങനെ കൊല്ലത്തിൽ ക്രമത്തിലാ വരിക. കൊല്ലങ്ങൾ പോരുമ്പോൾ ഇങ്ങനെ ക്രമത്തിൽ വരുന്നത് റമളാൻ മുതൽ കൂട്ടിയാൽ കൊല്ലം പേക്കും. കാരണം മുഹറമൊക്കെ കഴിഞ്ഞല്ലോ. പിന്നെ റമളാൻ മുതൽക്ക് ശവ്വാൽ, ദുൽഖഅദ ഇങ്ങനെയല്ലേ വരുള്ളൂ. ഇത് പ്രശ്നമാകും എന്ന് കണ്ടപ്പോ ഫജഅലഹു മിനൽ മുഹറം. അപ്പോൾ ഈ ശഅബാനല്ലേ പ്രശ്നം തീർക്കുന്നത്. ഈ ശഅബാനിലെ ആ മാസത്തെ, ആ കൊല്ലത്തെ കഴിഞ്ഞുപോയ ആ മുഹറം മുതൽക്കാക്കി കൂട്ടി. വഹുവ ആഖിറുഹ, അത് 4 യുദ്ധം ഹറാമായ മാസങ്ങളിലെ അവസാനത്തേതാണല്ലോ. കാരണം 1 റജബ് ഇപ്പൊ കഴിഞ്ഞ്, തൊട്ട് ശഅബാനിലാ പ്രശ്നം തീർക്കുന്ന ശഅബാനിലാണ്. അത് തൊട്ട് മുമ്പത്തെ റജബ് യുദ്ധം ഹറാമായ മാസം, ഹറാമായിരുന്ന മാസം. അതിന്റെ ശേഷം പിന്നീട് ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, ദുൽഹിജ്ജ, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഇങ്ങനെ വരുന്ന ഈ കാണുന്ന 4 മാസത്തിന്റെ അവസാനത്തിൽ വരുന്ന ഈ മുഹറമിനെ 1-ാം കൊല്ലമാക്കി ഫസയ്യറഹു അവ്വലൻ, 1-ാമത്തെ മാസമാക്കി അതിനെ കൂട്ടി. ലിതജ്തമിഅ ഫീ സനത്തിൻ വാഹിദ, ആ കൊല്ലം കണക്കൂട്ടുന്നതിൽ തന്നെ ഈ 4 കൂടിയും വരാൻ. ഇതാരാ നടപ്പാക്കുന്നത്? ഖലീഫ ഉമർ. ഖലീഫ ഉമർ നടപ്പാക്കുമ്പോൾ മുസ്ലിം ലോകം ഒന്നിച്ചത് അംഗീകരിക്കുകയാണ്, സ്വഹാബാക്കൾ ഒന്നിച്ചത് അംഗീകരിക്കുകയാണ്. അലിയാരുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളുണ്ട്, അശറത്തുൽ മുബശ്ശരീങ്ങളിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്വഹാബാക്കളും ബദരീങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സ്വഹാബാക്കളും അന്നത്തെ എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഹിജറ നടന്നിട്ടുള്ള ആ ശഅബാനെ ഇത് മുതൽക്ക് കൂട്ടുന്ന റമളാൻ പോക്കിയപ്പോൾ ഹിജറ നടന്ന അതിന്റെ മുഹറം മുതൽക്കാക്കിയാൽ, ആ ഹിജറയുടെ മുഹറം മുതൽക്ക് മാസം കൂട്ടിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാം എന്ന് വെച്ചു. റമളാൻ മുതൽ കൂട്ടാതെ മുഹറം മുതൽ കൂട്ടി. ഇതനുസരിച്ചാണ് അന്ന് വന്നത്. വകാനത്തിൽ കുതുബു തുഅറഹു മിൻ മൗതി കഅബ് ഇബ്നു ലുഅയ്,
പണ്ട് ഖുറൈശികള് അവരുടെ വലിയൊരു ഉപ്പാപ്പ കഅബുബ്നുൽ ലുഅയ്യിന്റെ മരണം മുതൽക്കാണ് തീയതി കുറിച്ചിരുന്നത്. അയാളുടെ മരണം മുതൽക്ക് 1-ാം കൊല്ലം, 2-ാം കൊല്ലം, 3-ാം കൊല്ലം, ഇത്രാം ദിവസം, ഇങ്ങനെയാണ് കണക്ക്. ഫലമ്മാക്കാന ആമുൽ ഫീലി, ആനക്കലഹം എന്ന് പറയുന്ന കഅബ പൊടിക്കാൻ വേണ്ടി അബ്രഹത്തിന്റെ ആന വന്നപ്പോ ആ സംഭവവുമായി ബന്ധപ്പെട്ടത് അറബിയിലെ വലിയൊരു സംഭവമാണ്. കാരണം ആനയുമായി കഅബ ചവിട്ടിപ്പൊളിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആ സംഘത്തെ അല്ലാഹു തആല അത്ഭുതകരമായി കഅബയുടെ സമീപത്ത് വെച്ച് കഅബത്തേക്ക് അടുക്കാൻ തന്നെ അനുവദിക്കാതെ അള്ള മുട്ടുകുത്തിച്ച് അനങ്ങാതെ പോക്കുക. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് ആയത്തും ഖുർആനൊക്കെ ഇറക്കിയിട്ടുള്ള ആ സംഭവം വലിയ സംഭവമാണ്. ഈ സംഭവം വന്നപ്പോ ഉരിഹത്ത് മിൻഹു, അപ്പോൾ അവിടെ മുതൽക്കാണ് താരീഖ് എഴുതാൻ തുടങ്ങിയത്. വക്കാലത്തിൽ മുദ്ദത്തു ബൈനഹുമാ 520 സന, 520 കൊല്ലമുണ്ട് ഈ രണ്ട് സംഭവത്തിന്റെ ഇടയിൽ. കഅബുൽ ലുഅയ്യിന്റെയും ഈദിന്റെയും ഇടയിൽ 520 വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ 520 വർഷം കഅബുൽ ലുഅയ്യിന്റെ മൗത്ത് മുതൽക്ക് 520-ാം വർഷം വരെ വെച്ചിരുന്നു. അത് കഴിഞ്ഞാണ് എന്ത് സംഭവിക്കുന്നത്? ആന സംഭവം. അവിടെ അങ്ങോട്ട് എത്തിയപ്പോ ആനക്കലഹത്തിന്റെ ഇത്രാം ദിവസം, ഇത്രാം വർഷം, ആനക്കലഹ വർഷം, ഗജവർഷം, 2-ാം കൊല്ലം, 3-ാം കൊല്ലം, ഇങ്ങനെ കണക്കൂട്ടി വന്നു. ബനു ഇസ്മായില, അതിന്റെ മുമ്പ് ഇസ്മായിലിന്റെ മക്കളായിട്ട്, അതായത് ഖുറൈശികൾ വരുന്നതിന് മുമ്പ് ഇസ്മായിലിന്റെ മക്കളെന്ന അറബികൾ താരീഖ് വെച്ചിരുന്ന മിന്നാരി ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ വധിക്കാൻ വേണ്ടി, കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ തീകുണ്ടല്ലോ, ആ തീകുണ്ടത്തിന്റെ സംഭവം മുതൽക്ക് ആ കൊല്ലം കണക്കൂട്ടിയിരുന്നത്. ഇലാ ബിനാഇഹിൽ ബൈത്ത്, കഅബ അദ്ദേഹം നിർമ്മിക്കുന്നത് വരെ. കഅബ നിർമ്മിച്ചപ്പോൾ പിന്നെ കഅബ മുതൽക്കായി. ഇലാ തഫറുഖി മഅദ്, മഅദ് എന്ന നബിയുടെ 20-ാമത്തെ ഉപ്പാപ്പ വേർപിരിഞ്ഞു പോയ ആ കാലം വരെ, കബീലക്കാര് വേർപിരിഞ്ഞു പോയത് വരേക്കുള്ള കണക്ക്. ഒമിൻ തഫറുഖി മഅദ്ദിൻ ഇലാ മൗത്തി കഅബുൽ ലുഅയ്യി, മഅദ്ദിന്റെ വേർപിരിവ് മുതൽക്ക് കഅബുൽ ലുഅയ്യിന്റെ മരണം വരെ കണക്കൂട്ടിയിട്ട് ആ ബനു ഇസ്മായിൽ മൊത്തം അറബികൾ വന്നിരുന്നത്. സുമ്മ അർറഹു ബി ആമിൽ ഫീൽ, ആമുൽ ഫീൽ ഉണ്ടായത് മുതൽക്ക് അവർ ആമിൽ ഫീൽ കൊണ്ട് താരീഖ് എഴുതി. സുമ്മ മിനൽ ഹിജ്റ, പിന്നെയാണ് ഹിജ്റ മുതൽക്ക് താരീഖ് എഴുതിയത്. ഈ താരീഖ് എഴുതിയ സംഭവമാണ് ഇത്. ഏത്? ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത്. ഇരിക്കട്ടെ, ഉമറുൽ ഫാറൂഖിന്റെ കാലത്ത് അക്കൊല്ലം മുഹറം മുതൽക്ക് കൂട്ടിയിട്ട്, അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ റബീഉൽ അവ്വൽ 3-ാമത്തെ മാസമല്ലേ, 3-ാമത്തെ മാസം മുതൽക്ക് ഹിജ്റ കൂട്ടിയാൽ റബീഉൽ അവ്വലോട് റബീഉൽ അവ്വൽ, പിന്നെ അങ്ങനെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരിക. ഇടമാസമൊക്കെ ആക്കിയ പ്രശ്നം വരും. ഷഅബാനിലാണ് മൂപ്പർ ഈ പരിപാടി കാണുന്നത്. അപ്പം മൂപ്പർ റമളാൻ തുടങ്ങാന്ന് വിചാരിച്ചു, അപ്പം വന്ന പ്രശ്നങ്ങൾ റബീഉൽ അവ്വൽ വെച്ചാലും വരും. അപ്പൊ ആ പ്രശ്നങ്ങൾ തീർക്കാൻ ബഹുമാനപ്പെട്ട ഉമർ എന്നവര് ഹിജ്റ നടന്ന റബീഉൽ അവ്വലിന്റെ 2 മാസങ്ങൾ മുമ്പും കൂടി കൂട്ടി, എന്നിട്ട് ആക്കിയതാണ് ഹിജ്റ 1-ാം വർഷം. ഒരു വർഷം പൂർത്തിയാക്കിയിട്ട് 1-ാം വർഷം എന്നറിയില്ല, അതിന് 1-ാം വർഷം എന്നാ പറയാ. ഒരു വർഷം പൂർത്തിയാക്കിയ 2-ാം വർഷമല്ലേ, ഒരു വർഷം പൂർത്തിയാക്കിയ 2-ാം വർഷമല്ലേ കണക്ക് എല്ലായിടത്തും പേര്. ഞങ്ങൾ എവിടെ എന്ത് കണക്കിലും കേട്ടുക്കണത്? ഒരു വർഷം പൂർത്തിയാക്കിയാൽ പിന്നെ 2-ാം വർഷം എന്നല്ലേ എല്ലാവരും പറയാ. ഒരു വർഷം പൂർത്തിയാക്കിയിട്ട് 1-ാം വർഷം എന്നറിയില്ല. അപ്പൊ 1-ാം വർഷം എന്ന് പറയുന്നത് ഹിജ്റ വന്ന കാലമാണ്. ഹിജ്റ വന്നത് റബീഉൽ അവ്വലിലാണെങ്കിലും അതിന്റെ മുൻപത്തെ 2 മാസം മുഹറം മുതൽക്കേ 1-ാം വർഷം കൂട്ടി. എന്തിന്? പ്രശ്നം തീർക്കാൻ. അപർവത്തും ഒരേ കാലത്ത് വരുന്ന പ്രശ്നം ശരിയാക്കാൻ. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് 1-ാം വർഷം അന്നത്തേത് കൂട്ടി. ഇത് ഉമറുൽ ഫാറൂഖ് എന്നവർ കൂട്ടിയത് കണക്കിന് വരുമ്പോ മൂപ്പര് നടപ്പാക്കിയ ആ കാലം വരുന്നത് ഹിജ്റയുടെ 16-ാം വർഷം. 11-ാം വർഷം റബീഉൽ അവ്വൽ നബി തങ്ങൾ മൗത്തായി, വഫാത്തായി. 12, 13, 14 11-ാം വർഷം റബീഉൽ അവ്വൽ. 13, 14 കഴിഞ്ഞ് 14-ാം വർഷം 15-ാം വർഷത്തിന്റെ തർക്കത്തിലായി ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് എന്നവർ വഫാത്തായി. അവർ വഫാത്തായ ശേഷം ബഹുമാനപ്പെട്ട ഉമർ എന്നവർ ഭരണാധികാരത്തിൽ വന്നതിന്റെ വർഷങ്ങൾ കഴിഞ്ഞാണ് ഈ 16-ാം വർഷമായത്. ഈ 16-ാം വർഷത്തിൽ ഇത് നടപ്പാക്കിയപ്പോ അവിടെ മുതൽ ഇന്ന് വരെ 1447 എന്ന് കൂട്ടുന്നത് മുസ്ലിം ലോകത്തെ മുഴുവൻ ഇജ്മാഅല്ലേ. ഹിജ്റയുടെ 1447-ാം വർഷമാണ് ഇപ്പോൾ എന്ന് സമ്മതിക്കാത്ത വല്ല മുസ്ലിമുണ്ടോ? ഏതെങ്കിലും മുസ്ലിമീങ്ങളുണ്ടോ? നിങ്ങളൊന്ന് കണക്ക് നോക്കി, ഏത് കലണ്ടർ എടുത്തു നോക്കിയാൽ അല്ല കാണാം. പിന്നെ ഇജ്മാ എന്നാണെങ്കിൽ സ്വഹാബത്ത് തന്നെ ഏകോപിക്കണമെന്നാണോ? സ്വഹാബത്തെ ഏകോപിച്ചതാ ഞാനീ പറഞ്ഞത്.
സ്വഹാബത്ത് ഏകോപിച്ച 1-ാം വർഷം മുതൽക്ക് 1447 ഇപ്പം വർഷം എന്ന് പറയുന്നത് സമ്മതിക്കാത്ത വല്ലവരുമുണ്ടോ? ഈ സമീകരണക്കാരും സമ്മതിക്കൂലേ? അപ്പൊ ഇത്രയും കാലങ്ങൾ കൃത്യമായിട്ട് പോരണമെങ്കിൽ ഹിജ്റ സംഭവം നടന്നിട്ട് 1447 വർഷമാണിത് എന്നല്ലേ നമ്മൾ കണക്കൂട്ടുന്നത്. നബിന്റെ മീലാദാണ് കാലം കണക്കില്ലാത്തത്, ഹിജറക്ക് കണക്കില്ലാത്തത്. കാരണം മീലാദ് കഴിഞ്ഞിട്ട് 53 വയസ്സ് കഴിഞ്ഞിട്ടല്ലേ ഹിജറ. അപ്പൊ അതിനാണ് 53 വർഷം അപ്പുറം കൂട്ടുന്നത്. അപ്പോൾ അത് ഗജസംഭവത്തിന്റെ 50-ാം നാളിലാണ് റസൂലുള്ളാന്റെ ജനനം എന്ന് വന്നപ്പോ അതിനെയാണ് ക്രിസ്തു വർഷത്തോട് സമീകരിക്കാൻ വേണ്ടി ചില ആധുനിക പണ്ഡിതന്മാർ ശ്രമിച്ചത്. ആധുനിക പണ്ഡിതന്മാർ ശ്രമിച്ചതനുസരിച്ച് പറഞ്ഞു വരുന്ന തീയതിയാണ് സമസ്തന്റെ ബുക്കിൽ ഇന്നും പഠിപ്പിക്കുന്നത്. ഈ സമസ്തന്റെ ബുക്കിൽ പഠിച്ചവരും പഠിപ്പിക്കുന്നവരും ഇപ്പോഴും ആ സമസ്തക്കൊപ്പം നിൽക്കുന്നവരും അതൊക്കെ എഴുതി വരുന്ന ഈ സമസ്ത പണ്ഡിതന്മാരെ ബഹുമാനപ്പെട്ട ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ പഠിപ്പിച്ചു വരുന്നതല്ലേ ഇത്. കഴിഞ്ഞുപോയ അവരുടെ നേതാക്കന്മാർ മുഴുവൻ നേതൃത്വത്തിൽ പഠിപ്പിച്ചു വരുന്നതല്ലത്. ഇപ്പൊ സയ്യിദ് ജിഫിരി മുത്തുക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ പഠിച്ചു വരുന്നതല്ലേ ഇത്. ഇതിന്റെ മുമ്പ് ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ പഠിപ്പിച്ചു വരുന്നതല്ലേ ഇത്. അതിൻ്റെയൊക്കെ മുമ്പ് കണക്കൂട്ടിയ പറവണ്ണ വൈദ്യൻകുട്ടി മുസ്ലിയാർ മുതൽക്കണ്ടുള്ള എല്ലാ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങൾ ഉണ്ടാക്കിയപ്പോഴും ഹിജറ ഈ ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21-ാം തീയതിയാണ് നബിയുടെ ജനനം എന്നാണ് പഠിപ്പിച്ചത്. ആ സമീകരണം ആധുനിക പണ്ഡിതന്മാർ സമീകരിച്ച് തീയതി നോക്കിയതാണ്. അത് ശരിയാവട്ടെ ശരിയല്ലാതിരിക്കട്ടെ നമുക്ക് പ്രശ്നമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹിജറാബ്ദം ശരിയായാലും മതി. റസൂലുള്ളാന്റെ മീലാദ് ശരിയാകേണ്ട കാര്യം നമുക്ക് റബീഉൽ അവ്വൽ 12 നബിതങ്ങൾ പറഞ്ഞപ്പോ നബിതങ്ങളുടെ സുതാര്യമായ ജീവിത വർഷങ്ങളാണ് മക്കയിലെയും മദീനയിലെയും ജീവിത വർഷം. 63 വയസ്സാണ് നബി ജീവിച്ചത് എന്ന് പറയാത്ത മുസ്ലിമീങ്ങൾ ഇന്നത്തെ കാലത്തില്ല. നമ്മൾ പഠിച്ച കാലത്തൊന്നുമില്ല. ആ കണക്കിന് 63 വയസ്സിന് ഇജ്മാ. ഇത് ഹദീസിൽ വ്യക്തമായിട്ടുണ്ട് താനും. അതിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ചിലർ അഭിപ്രായം പറയുമ്പോൾ, ചില സ്വഹാബിമാർ അഭിപ്രായം പറയുമ്പോൾ 65 എന്ന് പറഞ്ഞ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതിന് ആ 2 അഭിപ്രായങ്ങൾക്ക് പുറമെ ഒരഭിപ്രായം കൂടി പുതിയതുണ്ടാക്കല. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണോ പ്രശ്നം തീർക്കല്? ഹദീസിൽ വാരിദായ കൃത്യമായ 2 ദിവസങ്ങൾ ഒപ്പിച്ചാൻ വേണ്ടി ഞങ്ങൾ നടുവിൽ 64 എന്ന് അറിഞ്ഞു എന്ന് പറയലാണോ? അല്ലാതെ ഒരു ന്യായവും ഈ പറയുന്നതിനല്ല. പറയുന്ന ന്യായങ്ങൾ മുഴുവൻ അതിബാലിശമാണ്. ഇതിനെ കണക്ക് വെച്ചിട്ട് നമുക്ക് ശരിക്കും വിസ്തരിക്കാൻ കഴിയും. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്, പാവങ്ങളിൽപ്പെട്ട ആരെങ്കിലും എങ്ങനെയെങ്കിലും തെറ്റിദ്ധരിച്ച് പറയുന്നുണ്ടെങ്കിൽ അവരൊന്ന് സാവകാശം അവധാനപൂർവ്വം ആലോചിക്കട്ടെ. ഇപ്പോൾ വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന്റെ 1499-ാം വാർഷികമാണ്. അതാവട്ടെ 1500-ാം ജന്മദിനമാണ്. 1500-ാം ജന്മദിനമായ മീലാദ് മുബാറക്കാണ് ഈ റബീഉൽ അവ്വൽ 12 വരുന്നത്. വാർഷികം കൂട്ടാണെങ്കിൽ 1499-ാം വാർഷിക ജന്മദിനമാണ്. ജന്മദിനത്തിന്റെ വാർഷികമാണെങ്കിൽ അങ്ങനെ. നമ്മൾ 1500-ാം ജന്മദിനത്തിന്റെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. 1500-ാം ജന്മദിനമാണ് ഈ റബീഉൽ അവ്വൽ 12. ഇത് വെച്ചിട്ടൊന്ന് സമീകരിച്ചു നോക്കൂ, കൃത്യമായിട്ട് കിട്ടും 1571-ലാണ്. തീയതി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പേക്കും. തീയതി പേക്കുന്നത് എന്തുകൊണ്ടാണ്? മാസം കാണുമ്പോൾ പേക്കും, മാസം കാണുമ്പോൾ ഇഞ്ചും പേക്കും. അപ്പൊ ഈ സമീകരണത്തിന്റെ വേല അത്ര നന്നല്ല. കാരണം ആ സമീകരണവുമായി പോയ ക്രിസ്താബ്ദത്തിനോട് ഒപ്പിക്കാൻ വേണ്ടി ഹിജറ വർഷത്തെ നാശാക്കുക. കാരണം മാസം കാണുന്നോട്ട് ആളുകൾ പേച്ചിക്കണെന്ന് വിധി എഴുതാൻ വേഗമുണ്ട് ഇതിനെ.